അപ്പോൾ ഞാൻ അതിവിടെ അങ്ങോട്ട് കട്ടാക്കേട്ടാ. ഓക്കെ, ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ബോംബെ കണ്ണത്ത രാജ്യത്ത് നമ്മളിവിടെ വന്നിട്ട് ഓരോന്ന് തുടങ്ങിയാൽ എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ കൂടെ കടന്നു വരിക ഇതൊക്കെ അറിയണം നിങ്ങൾ. അല്ലാതെ ഞാൻ വെറുതെ ഒരു മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെപ്പോലെ കുറേ ആൾക്കാർ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരുണ്ട്. നാട്ടിൽ വന്നിട്ട് വല്ലതും ചെയ്താൽ നമുക്കൊരു സ്വർഗ്ഗമാക്കി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആരും പറയില്ല. കാരണം ഓരോരുത്തർക്ക് പല ബിസിനസ്സിൽ കൂടെ പല പ്രശ്നങ്ങളും കടന്നു വന്നിട്ട് മിണ്ടാണ്ട് കൊണ്ടടക്കും. അത് പറയണം. കാരണം നമ്മൾ ഒരു അപകടത്തിൽ പോയി പെട്ടാൽ നമ്മൾ മറ്റുള്ളവരെ കൂടി അറിയിക്കണം. നമ്മൾ അറിയിക്കാതെ ഇരുന്നെന്താരോ അങ്ങനെ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇതേമാതിരി അതിൽ പോയി ചാടും. അങ്ങനെ ഒരാളെ പെടുത്താൻ പാടില്ല. നമ്മളൊക്കെ കണ്ണാത്ത രാജ്യത്ത് പോയി ചോര നീരായിട്ട് അധ്വാനിക്കണ പൈസയാണ്. അപ്പോൾ അത് നമ്മളൊരു ബിസിനസ്സിൽ കൂടെ എന്തെങ്കിലും സംഭവിച്ചോ അത് മറ്റുള്ളൊരു ആൾക്കാർ കയ്യൊട്ടി ചിരിച്ചോട്ടെ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ കയ്യൊട്ടി ചിരിക്കാത്തവരുണ്ടാവും. കാരണം ഓരോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് വിടുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സംസാരത്തിലൂടെ എന്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം ഞാനിതൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു വന്ന സംഭവങ്ങളും അവസാനം നാട്ടിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്ത് അവസാനം എന്തൊക്കെ നടന്ന് അവസാനം ഇനി മറ്റുള്ളവരും പോയി പെടരുത്. ഒരിക്കലും ഒരാളെ പെടുത്താൻ പാടില്ല. ഒരുത്തൻ നമ്മളെ പണം പോയിട്ട് തട്ടിപ്പറിച്ച് പോയാലും ഒരുത്തൻ നമ്മളെ സങ്കടം വന്നിട്ട് നമ്മളെ കയ്യിൽ ഒരുത്തൻ നമ്മളെ അടുത്തേക്ക് വന്ന് നമ്മൾ സഹായിച്ച് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ആർക്കോ 10-25 ലക്ഷം കൊടുത്ത് അതിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം നമ്മളത് മറ്റുള്ളവരോട് പറയില്ല, നാണം കെട്ട പരിപാടി വെച്ചിട്ട് അതും പറഞ്ഞുകൊണ്ടി. കാരണം അത് പറഞ്ഞിട്ടൊന്നും വരാൻ പോകണില്ല. കാരണം വേറെ ഒരുത്തിനും കൂടി പോയി പെടരുത്. നമ്മൾ ചിലപ്പോൾ നമ്മളായിക്കൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്താക്കാരം അത് അവസാനം പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നാട്ടുകാരോട് പറഞ്ഞ് മോശമല്ല, മറ്റുള്ളവരെ അറിഞ്ഞാൽ മോശമല്ല വെച്ചിട്ട് പറയാം. തീർച്ചയായും പറഞ്ഞോട്ടെ. ഞാൻ അതിൻ്റെ ആളാട്ടാ. ഇന്നെ ചതിച്ചാലും പറയും, ഇന്നെ എന്ത് ചെയ്താലും ഞാൻ പറയും. എൻ്റെ ജീവിതത്തിൽ നടന്നു പോയതൊക്കെ ഞാൻ വിടുന്ന ഒരാളാണ്. ഒരു നോണ പറയില്ല. അതിൻ്റെ റബ്ബാണ് അള്ളാഹിനെ റസൂലിനെ സത്യം പറഞ്ഞു. എനിക്ക് കേൾക്കണവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഭയങ്കര വിടലടിക്കുള്ളൂ. ഞാൻ ആ പഠിക്ക് നിൽക്കലില്ല. എന്താണ് നോണ പറഞ്ഞിട്ട് എന്തൊക്കെ കിട്ടാനുള്ളത്? നിങ്ങൾ ആരെങ്കിലും എനിക്ക് പൈസ കൊടുന്ന് തരുമോ? അല്ല ഞാൻ നിങ്ങൾക്ക് തരുമോ? മറ്റുള്ളവരെ നുണ പറഞ്ഞിട്ട് നല്ല ഞാൻ ഇവിടെ വലിയ ആളാണെന്നും പറഞ്ഞിട്ട് ജീൻസും പാൻറ്റൊക്കെ ഇട്ട് നടന്നിട്ട് അങ്ങനെ എന്തായാലും കാര്യമുള്ളൂ. ഒരുപാട് ആൾക്കാർ അങ്ങനെ നടന്നിട്ടുണ്ട്. ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു 2000 തരുമോ, 5000 തരുമോ, 10,000 തരുമോ എന്ന് ചോദിക്കുന്നു. ജീൻസും പാൻറ്റും ഇട്ട് പോയാൽ അത് ഇടാതെ ഞാൻ അങ്ങനെ ഈ കോളത്തിൽ നടക്കുന്നുണ്ട്. ഇതെന്നൊക്കെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. വായിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയും. അതുകൊണ്ട് സാറില്ല ഞാൻ കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഞങ്ങളല്ല ഞാൻ പറയാൻ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ വിടണ്ട കേട്ടോ. ഓക്കെ സാധാരണ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പാനിമാരടുത്ത് പോകട്ടെ. രണ്ടാമത്തെ വീഡിയോ ഞാൻ അത് വിടാൻ പോവുകയാണ്. കുടുംബത്തേക്ക് പോകണതും വരുന്നതും പനി മന പോയി കാണട്ടെ. ആദ്യം പോയിട്ട് അവരെനിക്ക് കാണണ്ടേ. ഇതാട്ടാ കുർള തിലക് നഗർ ഇതാട്ടാ. ഓക്കെ ഇവിടെയാണ് തിലക് നഗർ എന്ന് പറഞ്ഞത്. എൻ്റെ വണ്ടി ഇതാണ്, നേത്രവാദി വണ്ടി. ഈ പോവാണ് AC കമ്പാർട്ട്മെൻറ്റാണ്. ഏതോ നോക്കട്ടെ കേട്ടോ. ഓക്കെ ഇവിടം കൊണ്ടേ കട്ടാക്കുകയാണ് എൻ്റെ ലഗേജ്. നേത്രവാദിയാണ്. ഓക്കെ എൻ്റെ AC M1 ആട്ടാ. ലഗേജ് വെച്ച് കയറിയിട്ടില്ല. ഇനി കയറാൻ പോവാണ്. 11:40 വണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും സംഭവിക്കില്ല. ഇതാണ് നമ്മളെ AC. ഓക്കെ ഇനി അവിടെ പോയി ഇരിക്കാൻ പോകട്ടാ. ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ. ലഗേജൊക്കെ വെച്ച് എൻ്റെ 13 കണ്ടില്ല നിങ്ങൾ, 13. പിന്നെ ചായ കുടിക്കുകയാണ്. എനിക്ക് മുഖ്യവാറും ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കണോ? നിങ്ങൾ പറയും ഓനക്ക് പ്രാന്താണ്. അത് ശരിയാണ്. എനിക്ക് മുഖ്യവാറും മുകളിൽ ഇരിക്കാനാണ് ഭയങ്കര താല്പര്യം. അതാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങി പോവുകയും ചെയ്യുക. അങ്ങനെയുള്ള എപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ മുകളിലേക്കുള്ള ബർത്താണ് SU എന്ന് പറഞ്ഞിട്ടുള്ള ബർത്താണ് ഞാൻ എടുക്കല്. പക്ഷേ ഇപ്രാവശ്യം അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെച്ച് കിട്ടുന്നതായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള 2 ആൾക്കാരുണ്ട്. എന്താ അതും വേറൊരാളെ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അവർക്കുള്ള മുകളിലേക്കുള്ള ബർത്താണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റൂല, അപ്പോൾ നിനക്ക് മുകളിലേക്ക് എടുക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ആകെപ്പാട് വേണ്ടത് മുകളിലാണ്. അവിടെ ആകുമ്പോൾ ഒച്ചയും പാടില്ല, അതങ്ങനെ സ്വാരി കിടന്ന് ഉറങ്ങാം. ഞാൻ ആഗ്രഹിച്ചത് അതാണ്. എനിക്ക് കിട്ടിയില്ല പ്രശ്നം ടിക്കറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ
കുറച്ചാൽ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ എന്നല്ല, എല്ലാവരും കൂടെ ഉണ്ട്. നമ്മൾ വിചാരിക്കേണ്ട എൻ്റെ കൂടെ തന്നെ എല്ലാവരും കൂടെ. എന്നാലും എൻ്റെ ജീവിതത്തിലെ മോളിക്കുള്ള ബർത്ത് എനിക്ക് കെടുക്കാൻ ഒരു തന്നെ മാഷാ അല്ലാഹ് റബ്ബിനെ സ്തുതിക്കണം. ഇനി ഇവിടെ വെക്കട്ടാ, ഇനി ഇപ്പോഴൊന്നും എടുക്കൂല, ഇനി ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ എടുക്കുള്ളൂ. ഇത് ആളെ കൊണ്ടുപോകണ വണ്ടി, അത് കണ്ടില്ല ഞങ്ങൾ. ആണ് കാരണം ട്രെയിനിൻ്റെ വലിപ്പം കൂടെ ദൂരം ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ കൊണ്ട് ഇപ്പം നടന്നെത്താൻ പറ്റണില്ല. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഓരോന്ന് കണ്ടുപിടിച്ചിങ്ങനെ നോക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളും. ഓക്കെ, അപ്പോൾ കുർള തിലക് നഗറിൻ്റെ അവിടുന്ന് ട്രെയിന് പുറപ്പെട്ടിട്ടാ. ഓക്കെ, 11:40 11:40 പുറപ്പെട്ട് ഡേറ്റ് 3/6/2025. ഓക്കെ, എന്തായാലും ഉത്സവമുള്ള അവിടെ കേടുപാട് കൂടാതെ അവിടെ എത്തിക്കട്ടെ. അത് കുർള തിലക് നഗറാണ്, ഞാൻ കയറിയ സ്ഥലമാണ്. ഇവിടുന്ന് കയറുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് എത്ര നോക്കട്ടെ, പറഞ്ഞിട്ട് 4598, 4600 2 കുറവ്. ഈ നാട്ടിയത്തിൽ എത്ര സബ്സ്ക്രൈബാണ് കിട്ടണമെന്ന് നോക്കട്ടെ ഇൻഷാല്ലാ. ഞാൻ അഭി ബാത് നപ്പിയേക്കാം. ഇതേതോ ചായ ഇതേതോ ചായ കുടിക്കട്ടെ, അതേതോ. അപ്പോൾ ഓക്കെ, നമ്മളെ AC കമ്പാർട്ട്മെൻറ്റിലാണ്. എന്തായാലും മുകളിൽ കിടക്കാനുള്ള ബർത്ത് കിട്ടിയിട്ടാണ്, അതിനും വേണം ഒരു ഭാഗ്യം. എൻ്റെ ആഗ്രഹം പോലെ മുകളിലാകുമ്പോൾ എന്താ പറയുക, റിസ്ക് ഇല്ല, സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് നാട്ടിൽ കണ്ടെത്താം. ഇപ്പോഴൊന്നും ഇനി വീഡിയോ എടുത്ത് വിടില്ല, ഞങ്ങൾക്ക് നാട്ടിലെത്തിയിട്ട് കുറ്റിപ്പുറക്കി എത്തിയിട്ട് ഒക്കെപ്പാടെ കൂടി ഒന്നിച്ച് രണ്ട് എഡിറ്റിങ് ചെയ്തുകൊണ്ട് വിടാം. മറ്റേത് ഇങ്ങനെ വിടാതെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയും ഓനിക്ക് എന്തിൻ്റെ ഭ്രാന്താന്ന് പറയും. 2 പ്രായമുള്ള ആൾക്കാരെ കിട്ടിയാൽ നന്നായി. അത് കാരണം അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല, സാധാരണ കൊണ്ട് വെക്കുകയാണ്. 12:57 ഇപ്പോൾ പനുവേലി പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാണ്. പനുവേലി ഇവിടെ അപ്പുറത്താണ് അതിൻ്റെ ശരിക്കുള്ള പ്ലാറ്റ്ഫോം ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ ഇപ്പുറത്ത് വന്ന് നിർത്തിക്കുകയാണ്. ഓക്കെ, 3/6/2025 നാളെയാണ് കുറ്റിപ്പുറത്തുക. ഓക്കെ, ഒക്കെപ്പാടെ ഒന്നിച്ചിട്ട് എഡിറ്റ് ചെയ്ത് വിടാം. മറ്റേ ഇപ്പത്തെ ഇങ്ങനെ വിട്ട് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരും. എന്തായാലും സാധാരണയൊക്കെയാണ്. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നല്ല ബസ്ക്കും അങ്ങനൊരു കാര്യമുണ്ട്. എന്നും അതെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് എന്താണ് പറ്റിങ്ങൾ, ഇനി ഭക്ഷണത്തിന് എന്തെങ്കിലും മായം ചേർക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണില്ല, ഒന്നും ഉണ്ടായിട്ട് പറയില്ല. എപ്പോഴും ഇതൊക്കെ കഴിക്കുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 2 ചോറെങ്കിലും വേണം, നല്ല വലുതാവുള്ളൂ. ഒന്നുകൊണ്ടൊന്നും ആവില്ല. അപ്പോൾ ഇത് കഴിച്ചാൽ കുറേ കഴിഞ്ഞാൽ വീണ്ടും ബസ്ക്കും. കാരണം ഇതിങ്ങനെ എന്തോ ഇതിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടാവും മനുഷ്യർക്ക്, ഇതിങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടേ. കാരണം അത് ക്യാൻറ്റീൻ അല്ലേ, എങ്ങനെയെങ്കിലും പറ്റുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വേഗം തീർന്ന് കിട്ടാനോ ഇപ്പോൾ എന്തിനാ ചായലും എന്തെങ്കിലും ഇടണുണ്ടോയെന്നോ ഒന്നും അറിയണില്ല. മനുഷ്യർക്ക് ഇങ്ങനെ വിടാതെ ബസ്പ്പ് വന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ ക്യാൻറ്റീനിലെ ഭക്ഷണം തീരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 2 ചോറ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ എനിക്ക് ചപ്പാത്തിനോട് തീരും താല്പര്യമില്ല. ഞാൻ ചപ്പാത്തി രാത്രിയും പകലൊന്നും കഴിക്കില്ല. എനിക്ക് ചോറും അതും വെജിറ്റേറിയൻ ഭക്ഷണം, അതിൻ്റെ കൂടെ അച്ചാറും വേണം. അപ്പോൾ എന്തായാലും ഇത് കഴിക്കാനുള്ള പരിപാടിയാണ്. 12:40 ഇത് 3-ാം തീയതിക്കലത്തെ വീഡിയോ കേട്ടോ. 4-ാം തീയതി നാളെയാണ് 4-ാം തീയതി ആവുക. ഇതിപ്പോൾ ഇങ്ങനെ പകല് വീഡിയോ എടുത്ത് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുക, ഇപ്പോൾ 2ാമത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും പറയുന്നുണ്ട് ട്രെയിനിലെ ഭക്ഷണം ഒന്നും കഴിക്കരുത്, അത് പല തരത്തിലും ഉണ്ടാക്കുന്നതാണ്. ഞാൻ എല്ലാം കഴിക്കുന്ന ആളാണ്. ഞാനങ്ങനെ ഇതിന് ഭയപ്പെടാത്ത ഒരാളാണ്. കാരണം എന്താ അറിയോ, നമുക്ക് ഞാൻ പറയാൻ പോവച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, അത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിച്ചിരിക്കണം, എൻ്റെ കുട്ടികൾ കഴിച്ചിരിക്കണം, എൻ്റെ ഭാര്യ കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ 3 ആളും കഴിക്കാതെ വേറെ ആൾക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് വളരെ തെറ്റാണ്. ഇപ്പം എൻ്റെ ഞാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും വീണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കണം, എന്തെങ്കിലും വീണിട്ട് ഞാൻ പറയണ ആരും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യാം, മറ്റുള്ളവരായിട്ട് തീറ്റിക്കുക. ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും
തിന്നാതിരിക്കട്ടെ. അങ്ങനെ മനസ്സിൽ നെയ്യത്ത് വെച്ച് മുഹമ്മദ് റാഫി TTR വന്ന് അതുണ്ടായത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഭക്ഷണം വേറെ ആളെ തീറ്റിക്കാൻ പാടില്ല. അത് 5000 രൂപ മുതലായാലും 50,000 രൂപ മുതലായാലും ശരി, എന്തെങ്കിലും നമ്മൾ തിന്നിരിക്കണം. നമ്മൾ തിന്നിട്ട് പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പം നമ്മളെ മനസ്സിന്, നമ്മളെ ഹൃദയത്തിലേക്ക് തീറ്റിക്കാതെ മറ്റുള്ളവരെ കൊണ്ടായിട്ട് തീറ്റിക്കുക നോക്കണം. അപ്പം നമ്മൾ ശരിക്കും എന്താ പറയുക, വേറെ ആരും കളി. പക്ഷെ അത് കാണുന്ന ഏകനായ റബ്ബുണ്ട് ഈ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഏതൊരു മനുഷ്യനും, മുസ്ലിമായാലും ഹിന്ദുവായാലും, ഏതൊരു മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിനാണ് ഭക്ഷണം, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് ആ ഭക്ഷണം കൊടുക്കുന്നത്. നമ്മളെ ഹൃദയമാണ് മറ്റേ മനുഷ്യർക്ക് കൊടുക്കുന്നത്. നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഹോട്ടലൊക്കെ ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവർ കഴിക്കാതെ മറ്റുള്ളവരെ തീറ്റിക്കണത്, അതൊക്കെയും എന്താ പറയുക, ഒക്കെ നാളെ ചെയ്തവരൊക്കെ നാളെ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പോലും അവർ മനസ്സിലാക്കണില്ല. ഒന്നിരിക്കൽ ഞാൻ ഇപ്പോൾ ഇളനീന് എലി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇളനീ കൊടുക്കൂല ഒരാൾക്ക്. അത് 60 രൂപ 70 രൂപ ഇളനീനെന്നല്ല, അത് കൊടുക്കുമ്പോൾ എൻ്റെ കൈയും കാലും വേർക്കും. ഞാൻ ചിന്തിക്കും ഒന്നിരിക്കലും ഞാൻ കുടിക്കണം, പക്ഷെ ഞാൻ കുടിക്കണില്ല. എന്നാൽ പിന്നെ കൊടുക്കാനും പാടില്ല. എൻ്റെ പരിപാടി അതാണ്. ഒരാളെ അറിഞ്ഞും കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. കാരണം ഹൃദയത്തെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകില്ല. ഞാൻ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്തും കഴിക്കലുണ്ട്. 40 വർഷമായിട്ട് റോട്ടുമ്പോൾ ജീവിച്ചിട്ട് എനിക്ക് പറച്ചാൻ്റെ വേണ്ട ഇതുവരെക്കും ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞാൽ നാളത്തെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിനെ കാരണം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പേടിക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഭയപ്പെടണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും എന്തുണ്ടാക്കിയെന്നാൽ എന്തിനാ പറച്ചോന് ഒരു ഉറുപ്പിടെ ഉളിക കൊണ്ട് മാറ്റി തരാൻ പറ്റും. 4:58 ചിപ്പിൽ ട്രെയിൻ ചാലുമായി. ചിപ്പിലും എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിക്കണത്. ഇവിടെ കാണി, അവിടെ തെങ്ങ് നിൽക്കണ കാണി. കാണാണ്ട നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രെയിനിൽ പോണ സമയത്ത് തെങ്ങുമൊക്കെ നോക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ടോ? തെങ്ങുമൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു കേരളക്കാരങ്ങനെ നോക്കാൻ നിൽക്കൂല. അതാണ് മാനം. കണ്ടില്ല, ഞാൻ ആ ചിപ്പിൽ വരുന്ന സ്ഥലത്ത് ട്രെയിൻ നിർത്തിയപ്പോൾ അവിടെ തെങ്ങുമൊക്കെ നോക്കിയത്. ഓക്കെ, അപ്പം എൻ്റെ ജോലി എന്താണ്? തെങ്ങേറ്റം. എവിടെയാണ് തെങ്ങ്? അത് ഓരോ ജോലിയുടെ ഭാഗമായിട്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കട്ടോ. സംഭവമാണ്. ഇപ്പോൾ കാറിൻ്റെ പണിയെടുക്കുന്നവർ കാറിങ്ങനെ വാങ്ങണ കച്ചവടക്കാരനാ വെച്ചാൽ ഓൻ്റെ പണി എന്താ അറിയുമോ? ഏതൊരു വണ്ടി പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഓരോരുത്തരുടെ ജോലി അങ്ങനെയാണ്. പിന്നെ എൻ്റെ തെങ്ങേറ്റാണ്. ഞാൻ വെച്ചാൽ കാണുന്നിടത്തൊക്കെ തെങ്ങ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ അതാ തെങ്ങാണ്ടിരങ്ങൾ. അതാണ് ഓരോ മനുഷ്യൻ്റെ ഓരോ ജോലിയുടെ ഭാഗമാകുമ്പോൾ ഓനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. എന്തായാലും ചിപ്പിലെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാ. ഇത് 3-ാം നാളെയാണ് ഇനിയിപ്പോൾ കേരളത്തിലെത്തുക. എന്താ സുഖം എന്താ പറയുക, ട്രെയിനിൽ യാത്ര ചെയ്താൽ അങ്ങനെ ഒരു കാര്യമില്ല. വിമാനത്തിൽ യാത്ര ചെയ്താൽ ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഈ ട്രെയിനിൽ വരുന്നത്. ഇവിടെ അങ്ങോട്ട് ഇരുന്നാണ്ടല്ല. അതാണ് ഞാൻ ഈ ട്രെയിനിൽ വരുന്നത്. വിമാനത്തിൽ വന്നതൊന്നും കാണാൻ പറ്റില്ല. അടിപൊളി. ഇവിടെ കൊണ്ട് കട്ടാക്കട്ടെ. നമ്മള് നാട്ടില് വരാൻ നിർത്തി ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം കൂടുതൽ വെയിറ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുക. കൺഫേം ഇല്ലാന്നൊക്കെ പറയും. അത് എന്താ സംഭവം എന്നൊക്കെ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ അതിനുള്ളിലിരിക്കുമ്പോൾ സീറ്റ് കാര്യം ഫസ്റ്റ് സീറ്റ് കാലിയാണ്. ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഫുള്ളായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വരാൻ നേരത്തെ ചിലപ്പോൾ അന്ന് കൺഫേം ആയി കിട്ടില്ലേ. അത് പേടിച്ചിട്ട് ഓരോരുത്തർ
ക്യാൻസലാക്കുകയാണ്. ടിക്കറ്റ് കൺഫേം ആവില്ല. ഇരിക്കുന്നിടത്തൊക്കെ സീറ്റ് കാലി. ആകെ 4 ആളുള്ളൂ. 2-3 ആൾക്കാരുള്ളൂ. എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ ഫുള്ളൊന്നുമില്ല. ഞാൻ എ സിയിലുള്ളത്. അപ്പം അതാണ് സംഭവം എന്ന് പറയാം. ഇതോട്ടാ വീണ്ടും രാത്രി 2 പൊതി ചോറ് മേടിച്ചോണക്കാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ട്രെയിനിൽ 2 പൊതി ചോറ് വെച്ചിട്ട് 2 പൊതി ചോറ് വാങ്ങി കഴിക്കണ ഒരു മഹാനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഗിന്നസ് ബുക്കിൽ എഴുതിയ ചളിയിട്ട. എപ്പോഴും പറയുന്നുണ്ട് ഇക്ക് ബസ്ന ഇക്ക് ചോറാ പറ്റുള്ളൂ, ചപ്പാത്തി പറ്റില്ല. ഞാൻ നേരത്തെ ഉച്ചക്കും വിട്ടതാണ്. ഇപ്പോൾ രാത്രിയാണ് സമയം. അപ്പോൾ വെച്ചാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല വിശക്കും. അത് എന്താണെന്ന് അറിയണില്ല ചേട്ടാ. അതുപോലെ അച്ചാർ എപ്പോഴും വേണം. അച്ചാർ 4 മേടിച്ചിക്ക. എന്തായാലും എൻ്റെ ഭക്ഷണമാണ് ഇത്. കഴിച്ചിട്ട് നല്ലൊരു ഉറക്കുറങ്ങും. കാരണം ഈ തെങ്ങ് കയറുന്ന കാലത്തല്ലേ നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നല്ല കഴിക്കണം. അതാണ് എൻ്റെ പ്രത്യേകത. ചപ്പാത്തി പറ്റില്ല. 10 മണിക്ക് പൊറോട്ട, ഒരു 4 പൊറോട്ട. പിന്നെ രാത്രി അത് വയററിയ ഭക്ഷണം. പിന്നെ 4 മണിക്ക് ചായയുടെ കടിയുണ്ട് വിട്ടാൽ. അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഭക്ഷണം. ഓക്കെ. ഒരു പൊതി കഴിഞ്ഞിട്ടാണ്. ഒരു പൊതി കഴിഞ്ഞ് ഒരു ഹാഫും കഴിഞ്ഞ് ഇനിയിപ്പോൾ 2ാമത്തെ കഴിക്കാൻ പോവുക. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് 2 പൊതി ചോറ് 2.5 പൊതി ചോറ് കഴിക്കണ ഒരു മഹാനെ? നിങ്ങളെ ശരീരം നോക്കിക്കോളി. എല്ലാവരോടും പറയും എൻ്റെ കാര്യം നോക്കണ്ട. നിങ്ങളെ ശരീരങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തർ മധുരം കുറക്കണേ, പഞ്ചസാര ഇടാൻ പാടില്ല, ഷുഗർ, പ്രമേഹം, കൊളസ്ട്രോൾ, മണ്ണാങ്കട്ട, ചപ്പിച്ചാവറ്, അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ എല്ലാവരും ശരീരം കൊണ്ടെടുക്കുന്നത്. ഓരോന്ന് നല്ലപോലെ നോക്കി കഴിച്ചിട്ട് എന്നെ കണ്ടുപഠിച്ചോളൂ. ഇതുവരെക്കും ഇപ്പോൾ 47 വയസ്സായി. ഇതുവരെക്കും പടച്ചോൻ്റെ കണ്ടോണ്ട് ഇതുവരെക്കും ഒരു അസുഖം വന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്താ വരിക ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചായയിൽ നല്ല മധുരമിട്ട് കുടിക്കലുണ്ട്, എല്ലാം ചെയ്യലുണ്ട്. എല്ലാവർക്കും അറിയാം, അരിക്കാക്കും ഇവർക്കൊക്കെ അറിയാം. ഒക്കെ നല്ല മധുരവും വേണം, ഇല്ലതും വേണം, വിടാതെ ചായയും വേണം. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ടൊന്നും എനിക്കൊരു അസുഖം വന്നില്ല. നമ്മൾ റോഡിൽ കിടന്ന് വളർന്ന ഒരാളാണ്. നിങ്ങൾ നല്ലപോലെ നോക്കി കൊണ്ടടക്കുന്നവർക്കാണ് ഈ പല അസുഖങ്ങളും വരുന്നത്. വല്ലാത്തൊരു ഇടങ്കറ് റബ്ബേ. കാസർഗോഡ് കഴിഞ്ഞിട്ടാ ഞാനപ്പോൾ തന്നെ കിടന്ന് ഞാനിപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഉറക്കത്തിൽ പെട്ട്. അതുണ്ടായത് പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ കാസർഗോഡ് ചെയ്താൽ നമ്മളെ കേരളത്തിലെ തെങ്ങും കാര്യങ്ങളൊക്കെ മാഷാ അല്ലാഹ്. അയ്യോ സംഭവം തന്നെ കേട്ടോ. ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഏകദേശം കേരളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ തെങ്ങും കാര്യങ്ങളും ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ബുക്കാച്ച തെങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ദിവസം തെങ്ങിൻ്റെ നമ്മൾക്ക് നോക്കിയും കൂടി ഇരിക്കും. അതിൻ്റെ ഒരു പരിപാടി അങ്ങനെ തന്നെയാണ്. ഈ കാണുന്ന നാട്ടിൽ പോകുമ്പോൾ ഓരോ തെങ്ങിൻ്റെ മുകൾക്ക് നോക്കും. എന്തോ സരസമുള്ള പരിപാടിയാണ്. അപ്പം ഇനി ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആക്കട്ടെ. ഓക്കെ. കൂടുതലേന്ന് തുടങ്ങിയ വീഡിയോസ് ഒന്നാകെ ഇതിൻ്റെ കൂടെ എല്ലാം കൂടിയാണ് എഡിറ്റിങ് ചെയ്യുക. അത് കാരണം അവിടുന്ന് വരുമ്പോൾ ഒന്നും ഒക്കെപ്പാടെ ചെയ്യാൻ പറ്റില്ല. നെറ്റ് കുറവാണ്. അപ്പോൾ ഒക്കെപ്പാടെ ഒന്നിച്ചുകൊണ്ട് വിടട്ടാ. നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലം സ്റ്റേഷനെത്തി. ട്രെയിനിന് നമ്മൾ പരിചയപ്പെട്ടാട്ടാ. ഇവിടെ നിങ്ങൾ ചങ്ങരംകുളമല്ലേ? ആ, ചങ്ങരംകുളമുള്ള ഇൻഷാല്ലാ. ചായ പിടിക്കട്ടാ. എവിടെ എത്തിയാണോ വണ്ടി പതുക്കാൻ നിർത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ സ്ഥലത്തേക്ക് ബോംബെയിൽ നിന്ന്
കരിയങ്ങാട്ട് കാവിൽ കുഞ്ഞാലി ഹാജിൻ്റെ മകൻ മാനു, കുഞ്ഞാലി ഹാജിൻ്റെ മകൻ മൊയ്തീൻ ഹാജിയുടെ മകൻ മാനു, ബോംബെയിൽ തെങ്ങ് കയറുന്ന മാനു കേരളത്തേക്ക് എത്തുന്ന വിവരം കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും, മരണപ്പെട്ട വിവരമല്ലട്ട, കുടുംബങ്ങളെയും കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വിവരം പറഞ്ഞ് കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന്, ഞങ്ങളുടെ സത്യമായിട്ട് പറഞ്ഞത്, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നിട്ടാണ് ഈ വാർത്ത പറഞ്ഞത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാന വാർത്ത ഇതിപ്പോൾ എവിടെയാണെന്നുള്ളത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ എലി കൂട്ടിപ്പെട്ട പോലെ കടലിൻ്റെ ഇതിൻ്റെയൊക്കെ നടുക്കെ വലിയ കാടായ കാട് മൊത്തമാണ് മാനു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ ഈ വാർത്ത പറയണമെന്നൊരു കൊടുത്തുമില്ല. ഇൻഷാ കേരളത്തിൽ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം വേറെ കേട്ടാ. ഓരോരുത്തരാണ് വാഴക്കൊല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടി ഇപ്പോൾ ഓവർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നാട്ടിലൊക്കെ എത്തിയിട്ട് ഇതിൻ്റെ പ്രവാസികൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ നമ്മൾ നാടും വീടും കുടുംബങ്ങളും അയൽവാസികളും ബന്ധുമിത്രാദികളും എല്ലാവരും ഒന്ന് കാണിച്ചോണ്ട് അവിടെ നിർത്തിയട്ടാ. കെട്ടുകൾ മൂന്നും കെട്ടി കാട്ടേലിൽ എന്നെയും കെട്ടി കൂട്ടത്തിൽ നിലാവിളി പൊട്ടി കൂട്ടിച്ചു മേലാലേറ്റി. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ നാട്ടിലേക്ക് എത്തിച്ചു വരികയാണ്. മാഷാ അല്ലാഹ്. വണ്ടി ഇതൊരു രസം തന്നെ കേട്ടാ, വണ്ടി തിരിഞ്ഞു നോക്കാൻ. ഇതാണ് അപ്പോൾ നിങ്ങൾ പടച്ചോനെ കഴിഞ്ഞ് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടട്ടാ. വിമാനത്തിൽ യാത്ര ചെയ്ത് അത് ആകാശത്തിൻ്റെ മുകൾക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവണില്ല. ഒന്നും ഇതാകുമ്പോൾ എന്താ അറിയോ, നമുക്കിങ്ങനെ ട്രെയിനിൽ ഇരുന്നിട്ട് ആ ക്ലൈമറ്റ്, രാവിലത്തെ കാലാവസ്ഥ എന്ത് രസം എന്നറിയോ. ആ കേരളമൊക്കെ ഒന്നിങ്ങനെ കാണുമ്പോൾ 7 വയസ്സിൽ യാത്ര പുറപ്പെട്ടത് ജയന്തി ജനത എക്സ്പ്രസ്സിൽ നാട് വിട്ട ഒരാളാണ്. കേരളത്തിൽ നിന്നിട്ട് ബോംബെയിലേക്ക് കരകയറിയ ഒരു മനുഷ്യന്മാരാണ്. റൂട്ടുമ്മ കിടന്ന് ജീവിതം തള്ളി നീക്കിയ ഒരാളാണ്. ഒരുപാട് മഴയും ഇതൊക്കെ കൊണ്ടിട്ട് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ആരുമില്ലാതെ ഒരുപാട് ഇരുന്ന് നേരം ഒരുപാട് കരഞ്ഞു. ഇതേ ട്രെയിനിലാണ് എൻ്റെ അപ്പ എന്നെ കൊണ്ടുപോയത്. അതും പെരുന്നാളിൻ്റെ സമയത്ത് പള്ളിയിൽ എല്ലാവരും തക്ബീർ ചൊല്ലിയായിരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മനസ്സിലാക്കണം. വാപ്പ മകനെ കൊണ്ടുപോവുകയാണ് 7 വയസ്സിൽ ട്രെയിനിൽ ജയന്തി ജനത എക്സ്പ്രസ്സിൽ. ആ സമയത്താണ് പള്ളീൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ തക്ബീർ ചൊല്ലിയായിരുന്നു. അങ്ങനെയാണ് ബോംബെയിൽ എത്തുമ്പോഴാണ് വാപ്പ ഇതിപ്പോൾ എവിടെ എത്തി. കണ്ണൂരെത്തിട്ടാ. ഓക്കെ, എന്തായാലും ഇപ്പോൾ കുറ്റിപ്പുറം എത്തും. കുറ്റിപ്പുറം എത്തിയ ശേഷം ഞങ്ങൾക്ക് വിളിച്ച് വിവരം പറയാൻ. ചെറുപ്പത്തിലേ 7 വയസ്സിൽ ബോംബെക്ക് കൊണ്ടുപോകുമ്പോൾ 7 വയസ്സിൽ വാപ്പ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് സന്തോഷം എന്നറിയോ. അന്ന് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഉമ്മ പറഞ്ഞിന് ഉമ്മയുടെ കുട്ടിക്ക് ബോംബെ കാണണ്ടേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു കാണാം ഉമ്മ പറഞ്ഞു. ഉമ്മ പട കൂടാണ്ട് പോയിക്കുക പറഞ്ഞു. അപ്പോൾ സന്തോഷം കൊണ്ട്, കാരണം അന്ന് ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ വാപ്പ രാവിലെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, ഇപ്പോഴും പറയണം. രാവിലെ പുലർച്ചെ ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ ഉസ്താദ് പറഞ്ഞ് എപ്പോഴാണ് വണ്ടി എന്ന് വെച്ചപ്പോൾ ഞാൻ അന്നും പറഞ്ഞതാണ് രാത്രി 8 മണിക്കാണ് ജയന്തി ജനത ആ കാലഘട്ടത്തിൽ. അത് ഷൊർണൂരിൽ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മാറ്റങ്ങളൊക്കെ ഉണ്ട് കുറ്റിപ്പുറത്ത് നിന്നിട്ടാണ്. അപ്പോൾ 7 മണിക്ക് ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾ രാത്രിത്തെ വണ്ടിയാണ്. രാവിലെ പുലർച്ചെ നമ്മളൊന്ന് ആലോചിച്ച് പോകണം. രാവിലെ പുലർച്ചെയാണ് വാപ്പ ഉസ്താദ് പറഞ്ഞത് ആരും കാണാതെ ആരും അറിയാൻ പാടില്ല. നിങ്ങൾ കുറ്റിപ്പുറം
സ്റ്റേഷനിൽ പോയിട്ട് രാത്രി വരെ നിൽക്കുക. നമ്മളൊന്ന് ആലോചിച്ച് കാണി, ഈ രാവിലെ പുലർച്ചെ വാപ്പ രാത്രി വരെ കുറ്റിപ്പുറം ആരും കാണാതെ എൻ്റെ ഒപ്പം ഉള്ള സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ റബ്ബാണ് സത്യം എന്ന്, എൻ്റെ അള്ളാനെ സത്യം. ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറ്റിപ്പുറത്ത് വാപ്പ പോയി നിന്ന്. എന്നിട്ട് ഞാൻ പോണതോ ഉസ്താദ് പറഞ്ഞത്ര കുട്ടീനെ അമ്മ രാത്രി ഒരു മഗ്‌രിബിൻ്റെ സമയമാകുമ്പോഴത്തേന് കുട്ടീനാണ് കൊണ്ടാക്കി കൊടുത്തോട്ടെ. അങ്ങനെ ഇതൊക്കെ വീണ്ടും പറയണേ, മനസ്സിൽ നിന്ന് പോകണില്ല. അത്രയും ഉണ്ടായ സംഭവം. അങ്ങനെ ജീപ്പിലാണ് ഇന്നമ്മ കൊണ്ടുപോകണേ. അങ്ങനെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് ആ സമയത്ത് കുറ്റിപ്പുറത്തുനിന്ന് ഞാൻ ജീപ്പിൽ നിന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചേരുമ്പോൾ ഉമ്മ എന്ത് ചെയ്ത് അങ്ങോട്ട് ഇന്നായിട്ട് കൊത്തി പിടിച്ചിട്ട് ഇവിടെ കണ്ട് നാറ്റിയിട്ട് ഉമ്മ കരയാണ്. കാരണം ഉമ്മൻ്റെ കയ്യിൽ നിന്ന് പോവല്ലേ. ഞാനാച്ചാൽ അങ്ങോട്ട് തുടങ്ങി കരച്ചൽ. കറക്കിൻ്റെ ഉമ്മനെ കാണാന്ന് പറഞ്ഞിട്ട്. അപ്പം ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും പനോട് ചീത്തറി എന്തിനാണ് ഈ പൈതലിനെ ബോംബെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അത് കുഴപ്പമില്ല, ഓനെ ആ പോണ സമയത്തുള്ളതാണ്, ഓൻ ആ ട്രെയിനിൽ ഓനക്ക് തീവണ്ടിയൊക്കെ കാണാം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇന്നെ സമാധാനപ്പെടുത്തി. അങ്ങനെ ഉമ്മ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കുറ്റിപ്പുറത്ത് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ. അവിടെ നിന്നാണ് ആ പാട്ട് ആരംഭിക്കണത്. പാലം പാലം എന്തൊരു നടപ്പാലം അതൊക്കെ ഉള്ളതാട്ടോ. നിങ്ങൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ നായി ഒറ്റക്കൊട്ട പിരാന്തിട്ട് ഓരോന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കാലത്തുള്ള കാര്യം പറഞ്ഞ ഒരാൾ വിശ്വസിക്കൂല. ഓക്കെ, 7:15 തലശ്ശേരി എത്തിയിട്ടാ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചും കൂടി ഇരിക്കണം. അതിൻ്റെ ഒരു സ്വഭാവം. ട്രെയിന് ചാലായിട്ടാണ്. ഓക്കെ, വെക്കുകയാണ്. വടകര എന്ന സ്ഥലത്തിട്ടാ 7:38 എത്തിക്കണേ. 9:30 മണിയാകുമ്പോഴത്തേന് കുറ്റിപ്പുറത്തും. ഓക്കെ, ഇങ്ങനെ കുറേശ്ശെ കിട്ടുക. വടകര കണ്ടില്ല കളി. 9:30 മണിയാകുമ്പോൾ എത്തും. ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് എഡിറ്റിങ് ചെയ്താണ്ട് വിടാം. ഇതിപ്പോൾ നമ്മളെ പ്രവാസികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഉള്ളവരിപ്പോൾ ഇത് കണ്ടാൽ പറയും ആ ചെക്കൻ കൊട്ട പിരാന്താണ്. 8:09 കോഴിക്കോട് എത്തിയിട്ടാ. ഓക്കെ, കോഴിക്കോട് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാ. ഓക്കെ, സന്തോഷം കേട്ടോ. നാടിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ. ഹേയ് മാഷാ അല്ലാഹ്. ഇതൊക്കെ പ്രവാസികൾക്ക് വേണ്ടി വിടണം കേട്ടോ. ഇപ്പം ഇവിടെ ഉള്ളവർ വീഡിയോ കണ്ടാൽ പറയും ഇതെനിക്ക് എന്തിൻ്റെ പിരാന്താന്ന് പറയും. ഇല്ലേ, ഇനിയിപ്പോൾ കുറ്റിപ്പുറപ്പ് എത്തിക്കഴിഞ്ഞാൽ അവൻ കൂടി എടുത്തിട്ടാണ്ട് നിർത്താം. ഓക്കെ, അപ്പപ്പാടെ ഒന്നിച്ചാണ്ട് വിട്ടായിരുന്നു. ഇനിയിപ്പോൾ കുറ്റിപ്പുറം ഇപ്പോൾ 8:12 കോഴിക്കോട്. എൻ്റെ മോനും മോളും കൂടിയും എൻ്റെ ചെറിയ മോള് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ നാളെ എത്ര മണിക്ക് എത്തപ്പാന്ന് വെച്ച്. ഞാൻ 3-ാം തീയതിയിലെ കയറണായി, 3/6/2025. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേന് എത്തും മോളെന്ന് പറഞ്ഞു. ഞാനും വരട്ടപ്പാ. ഞാൻ പറഞ്ഞു ഇപ്പടെ കുട്ടിക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ. അത് കുഴപ്പമില്ലപ്പാ, ഞാൻ വരപ്പാ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കുറ്റിപ്പുറം എയർപോർട്ട് കാണുന്നത്. പിന്നെ മക്കളൊക്കെ വരുന്ന കാലത്തല്ല ഞാൻ എപ്പോഴും ട്രെയിനിലാണ് വരിക. അപ്പോൾ കുട്ടികൾ കാരണം ഇപ്പം ഞങ്ങൾക്ക് കുറ്റിപ്പുറം എയർപോർട്ട് കാണാനാണ്. കാരണം വിമാനം അങ്ങനെ വിമാനം നല്ല നീളമുള്ള വിമാനത്ര. എന്നാൽ കുട്ടീൻ്റെ പോരായിരുന്നു. അപ്പം എൻ്റെ മക്കളവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ വാർത്ത പറയേണ്ടിയില്ലല്ലോ, അത് ലൈവായിട്ട് വിടണതാണ്. വാർത്ത പറയണ അത് വേണ്ട. കുറ്റിപ്പുറം ഇല്ല, കോഴിക്കോട് വന്നിട്ടിപ്പോൾ ഞാൻ പഴംപൊരി മേടിച്ചിരിക്കേണ്ടതാണ്. എന്താ രസം എന്നറിയാം. ഇതൊക്കെ നമ്മൾ പ്രവാസികൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഉള്ളവർ കണ്ടാലൊന്നും ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കണ്ടില്ലേ എന്ത് രസം. ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് ഞാൻ പെരയിലെത്തിയപ്പോൾ എന്താ കുടിക്കണം എന്നുള്ള എൻ്റെ പെണ്ണുങ്ങളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്താ ഉണ്ടാക്കണമെന്ന് അറിയാം. എനിക്ക് ചെന്നപ്പാട് കഞ്ഞിയാണ് വേണ്ടത്. കഞ്ഞിയും പിന്നെ ചമ്മന്തിയും ഉണക്കൽമീൻ ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. എപ്പോൾ ചെന്നാലും ആദ്യം കുടിക്കണം അതാണ്. അപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കടലുണ്ടിയാണ് സ്ഥലത്തിട്ടാ. കടലുണ്ടി കോഴിക്കോട് കഴിഞ്ഞ്. ഓക്കെ, നിങ്ങളെല്ലാവരും തെങ്ങുമുക്ക് നോക്കിക്കോളി. തെങ്ങുമുക്ക് നോക്കുക. ഞാൻ തെങ്ങിൻ്റെ ആളാണ്. ഞാൻ തെങ്ങാൻ നോക്കുള്ളൂ. എവിടെയാണ് എൻ്റെ എവിടെയാണ് തെങ്ങുമ്മ കായ ഉണ്ടോ, തെങ്ങുമ്മ കായ കുറവുണ്ടോ, തെങ്ങിന് നനച്ചു കൊടുക്കലുണ്ടോ, കേരളത്തിലെ തെങ്ങ് ആൾക്കാർ നല്ല രീതിയിൽ കൊണ്ടെടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ നോട്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തൊഴിലാണ്. വണ്ടി കച്ചവടം ചെയ്യണം, വണ്ടി ഇങ്ങനെ പോകണ കണ്ട ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വാഗനർ
M80 മൂസ. ഇത് ഇന്ന വണ്ടി. ഞാനതല്ല, ഞാൻ അനങ്ങിയ തെങ്ങുമൊക്കെ നോക്കുക. ഇത് പ്രവാസികൾക്ക് വേണ്ടി എടുത്ത് വിടുന്ന വീഡിയോ കേട്ടാ, അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും നോക്കാൻ നിൽക്കണ്ടേ. എന്താ രസം, കേരളം ഇങ്ങനെ കാണാൻ പ്രത്യേകിച്ച് ഒരു രസം തന്നെ കേട്ടാ. എഴുതിയറിൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞാണ്, എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുക അല്ലാതെ വേറെന്ത് വഴിയുണ്ട്, എന്മിഴികൾ പോകും കണ്ണു നീരത് കണ്ട്, എൻ കരൾ വേദന കാണുവാനാരുണ്ട്, എന്തിന് സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും. വന്നിട്ട് നമ്മൾ വാതിലടച്ചിട്ട് അവിടെ ഗ്യാസും അടുപ്പൊക്കെ ഉണ്ട്, കുഞ്ഞിച്ചോറും കൂട്ടാൻ വെച്ച് കളിക്കാമല്ലോ. അപ്പോഴെ സംസുഖം പറയുന്നത് വെച്ചാൽ പിന്നെ ലൈറ്റ് ആയിട്ടാണ് പോയിക്കോന്ന്. അയാൾ അതും പറയും, അതിൻ്റെ അപ്പുറം പറയും. ധോനിക്കും നിങ്ങൾ സൂര്യൻ്റെ ചോട്ടിൽ. ഭയങ്കര സംഭവട്ടാ കേരളം കാണാൻ. പ്രവാസികൾക്ക് വേണ്ടിയിട്ടാ, പ്രവാസികൾ. ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് എൻ്റെ മക്കൾക്ക് വേണ്ടി. എനിക്ക് വേണ്ട. എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ട് ഇപ്പം യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടാനാണ്. നല്ലൊരു സന്തോഷട്ടാ അല്ലേ, രാവിലെ ഇങ്ങനെ ആ കേരളം ഇങ്ങനെ കാണുമ്പോൾ. ഇതൊക്കെ എൻ്റെ പ്രവാസികൾ, ഞങ്ങളൊക്കെ നാട് വിട്ടവർക്കാണ് ഇതൊക്കെ കാണാൻ സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർ ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും ഇപ്പോൾ കണ്ടാൽ ഒന്നുമല്ല. ഞങ്ങളിങ്ങനെ കണ്ണാത്ത രാജ്യത്ത് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴേ ആ നാടും വീടൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിനുണ്ട് ഒരു സന്തോഷം വരാണ്. റബ്ബേ, ഇങ്ങനെ ഓരോരുത്തരെ വീട് എന്ത് രസം എന്നറിയാം ഇങ്ങനെ കണ്ട് കാണുമ്പോൾ. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ വാഹനം പോണതും ട്രെയിൻ, ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം. ഇനി എന്തെല്ലാം കേരളത്തിലെ വിടാൻ കെടുക്കണമെന്ന് എവിടെ കണ്ടാലും എല്ലാതും വിടും. ഇപ്പോൾ പരപ്പനങ്ങാടി ഏകദേശം എത്തി തുടങ്ങിയിട്ടാണ്. മാനുവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ഇതിലൊന്നും വരേണ്ട ആളല്ല. ഞാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മാനു ഫ്രണ്ട്സ് എന്നുണ്ട്. അതിലെല്ലാവരും ഉണ്ട്, 100-500 ആൾക്കാരുണ്ട്. അവരൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങിക്കൂടെ മാനു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇവിടെ കൊണ്ട് സ്റ്റോപ്പാക്കട്ടെ. പരപ്പനങ്ങാടി എത്തിയിട്ടാ. ഓക്കെ, നമ്മൾ മരിച്ചു പോയാലും നിങ്ങൾ ഇന്നൊക്കെ ഒന്ന് ഓർക്കണട്ടാ. അങ്ങനെ ഒരു പാവം വിടാതെ ഒരുപാട് വീഡിയോ എടുത്ത് വിട്ടിരുന്നുള്ളത് ശപിക്കരുത്. കമൻ്റ് ഒന്നും വേണ്ട, അത് എഴുതരുത്. അത് എഴുതി ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരൊറ്റ പോക്കാം. കരയാനും പറയാനും മനം തുറന്നിരിക്കാനും
നാട് കാണാൻ. ആ കുട്ടികൾ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ നിങ്ങളൊക്കെ ഓരോ കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാനിത് നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റ് പലതിലും വന്നു എടുക്കണ്ടേ, ഞങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. ഞാൻ തരണ്ടിട്ടാ ആരും എന്ത് ചെയ്താലും ഞാൻ വിട്ടു തരും. നിങ്ങൾ ചേർക്കുണ്ടാവും ഇതിനൊന്നും മറുപടി തരുന്നില്ല, ഞാൻ തരാതിരിക്കൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലൊക്കെ പെടുന്നതാണ്. അതുപോലെ പല തെങ്ങ് കയറിയിട്ടും ഒരുപാട് പണിൻ്റെ തിരക്കിലാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടും. അപ്പോൾ ആൾക്കാർ പറയുകയെന്ന് വെച്ചാൽ ആ ചെക്കനൊക്കെ ചെക്കൻ്റെ ഭ്രാന്താണ്. എന്നാലും ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓനക്കൊരു ഒറ്റപ്പെട്ട ഭ്രാന്താണ്. ആ ഭ്രാന്തി പടച്ചാൽ നന്ന കാരണം കൊണ്ട് ഇന്ന് നിങ്ങൾക്കൊക്കെ ഒരുപാട് വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ഭ്രാന്തനെ യൂട്യൂബിലുള്ള എല്ലാവർക്കും കിട്ടിയത് നന്നായി. ആരപ്പം ഇങ്ങനെ കൂടുതൽ വിടാൻ നിൽക്കുക? എന്തിനാണ് പടച്ചോൻ ഇങ്ങനെ ഭ്രാന്താക്കിയെന്ന് ഞാൻ ആലോചിക്കണം. റബ്ബിനോട് എപ്പോഴും ചോദിക്കുന്നത് എല്ലാവരെ പോലെ നല്ലൊരു മനുഷ്യനായി പിന്നെ എന്തുകൊണ്ട് പടച്ചില്ലാന്നാണ് ചോദിക്കണേ. ഒന്നും മനസ്സിലാവണില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാവും അതിൻ്റെ പിന്നിൽ. ഇപ്പോൾ എവിടെ എത്തി? താനൂര് ചിലപ്പോൾ ചാടി കളിക്കും, എല്ലാം കളിക്കും. എന്നിട്ട് ഇങ്ങനെ ആ പടച്ചോനോട് പറയും എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കി. കാരണം എല്ലാവരെ പോലെ നല്ലൊരു മനുഷ്യനാക്കിയിട്ട് പടച്ചോൻ ഇങ്ങോട്ട് മാറ്റി. അത് പടച്ചോ എമ്മത്തോ ആക്കും ചെയ്യണില്ല. എന്നോട് പറയും ഇജ്ജ് ഭ്രാന്തിലാണ് നടന്നോടുന്നു. വാ, ഓക്കെ, ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. എൻ്റെ കുട്ടികളും ഞാൻ അവിടെ കാത്തിക്കുണ്ടാവും കുറ്റിപ്പുറം. ഇവിടെ കട്ട് ചെയ്യാൻ പോകട്ടാ. ഡേറ്റ് ഇങ്ങനെ വിടാതെ ഡേറ്റ് പറഞ്ഞാൽ ശരിയല്ല. എന്നാലും പറയണേ 3-ാം തീയതി കയറി 4/6/2025 തിരൂര് എത്തി തുടങ്ങിയിട്ടാ. ഓക്കെ, തിരൂര് കണ്ടില്ല. തിരൂര് എത്തിയിട്ടാ. പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. തിരൂര് കണ്ടിട്ടില്ല എന്ന് പറയണ്ട. കൈ വിറക്കാൻ പാടില്ല എന്ന് പലരും കമൻറ്റിൽ എഴുതുന്നുണ്ട്. കൈയും കാലൊക്കെയും വിറക്കും. കാരണം തെങ്ങിൻ്റെ മുകളിലത്തെ പണിയാണ്. തെങ്ങുമ്പോൾ കയറുമ്പോൾ തന്നെ കൈയും കാലും വിറച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എന്താ നിങ്ങളോടൊക്കെ പറയാം. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ഇനി ഇവിടെ നിർത്താൻ പോകട്ടാ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്റ്റോപ്പ് കുറ്റിപ്പുറം. എൻ്റെ ലഗേജ് കൊണ്ടുവെക്കട്ടെ. എൻ്റെ മോള് വന്നിട്ടില്ല അത്ര പാവം. ഓള് ഞാൻ കുട്ടീനോടാകുമ്പോൾ 11 മണിയാകുമ്പോൾ എത്തുന്നു. അപ്പോൾ ഓൾ ട്യൂഷനിൽ പോയിട്ട് പാവം ഇനിയിപ്പോൾ വന്ന പിന്നെ ഓൾക്കിപ്പോൾ സങ്കടം ഉണ്ടാവും ചെറുതിന്. മോൻ വന്ന് നിൽക്കുന്നുണ്ട് കുറ്റിപ്പുറം. എൻ്റെ ലഗേജ് ചേട്ടാത്. എൻ്റെ വില കൂടിയ ബാഗ് ഉണ്ടെങ്കിൽ ഇല്ലേ, നിങ്ങൾ നല്ല പോലെ നടന്നോളി. നിങ്ങൾ ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ടേ നിങ്ങൾ നല്ല രസത്തിൽ എയർപോർട്ടിൽ വരുമ്പോഴേ മക്കളൊക്കെ അവിടെ കാക്കാണ്ടാവും. ഇന്ന അതിന് കിട്ടൂല. നിൻ്റെ പോലെ എങ്ങനെയാണ്? ഇതാണ് ഇവിടെ ഭൂമിയിൽ സ്വർഗം ഒന്നിപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കണില്ല. നിങ്ങൾ സ്വർഗം കണ്ടിട്ട് അങ്ങോട്ട് പോയിക്കോളി പറിച്ചോൻ്റെ അടുത്ത്. ഇന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ടോട്ടെ. അല്ലെങ്കിൽ തന്നെ തെങ്ങുമ്പോൾ കുരങ്ങനെ മാതിരി കയറിയിട്ട് മനുഷ്യന്മാർക്ക് ആർക്കും എൻ്റെ ജനങ്ങളെ മുന്നിലേക്ക് ഒരു വിലയില്ല. പിന്നെ ആരെ മുന്നിലാണ് ഞാൻ വില കാണിക്കേണ്ടത്? ഇൻഷാല്ലാ ഞാൻ ഇവിടെ കൊണ്ട് വെക്കണേ. കുറ്റിപ്പുറത്താറായി. അടുത്ത സ്റ്റോപ്പ് തിരൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടാ. ഓക്കെ, ഇവിടെ കട്ടാക്കട്ടെ. മാഷാല്ലാ, കുറ്റിപ്പുറം എൻ്റെ നാട്. ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് ആ ഭൂമിയിലേക്ക് എത്തിത്തുടങ്ങിയാണ് കേട്ടോ. അള്ളാഹുവേ, ഗ്രാമത്തിൽ വരുത്തരുത് റബ്ബേ. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും അള്ളാഹു കൊണ്ടുപോകരുത്. ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ റബ്ബേ. ഭൂമിയിലെ ഓരോ മനുഷ്യനും അങ്ങനെ തെറ്റ് ചെയ്യലില്ല. തെറ്റ് ചെയ്യണത് പണത്തിന് വേണ്ടി തെറ്റ് ചെയ്യാണ്. അവരെ വേദനിപ്പിക്കണ്ട. കാരണം പണം ഉണ്ടാക്കിയവനെ കോടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ഓനും ഓൻ്റെ കുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ട്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇപ്പോൾ കൊടുക്കാൻ ആരും ആഗ്രഹിക്കണില്ല. അതാണിപ്പോൾ ഇന്നത്തെ കാലം.
കാരണം ഈ ഭൂമിയിലെ സ്വർഗം കണ്ടിട്ട് നടക്കണം എന്നുള്ള നെയ്യത്താണ് ഈ പറഞ്ഞ ഇരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് കുറച്ചോനെ ഞാൻ ഇവിടെയാണ് ചെറുപ്പം മുതൽ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുമ്പോഴും പന്ത് കളിക്കുമ്പോഴും എല്ലാം കളിക്കുമ്പോൾ ഞാൻ കണ്ടിക്കല്ലാതെ എനിക്ക് അതുപോലെ കളിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ ഇതേ ട്രെയിനിലാണ് ഞാൻ ചെറുപ്പം മുതൽ യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യാതെ ട്രെയിനുമായിട്ട് മുന്നോട്ട് പോണത്. അല്ലാതെ ഇപ്പം എനിക്ക് 10 തവണ വിമാനത്തിൽ പോകാൻ പടച്ചോൻ കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യൂല. ഞാൻ പൂജ്യത്തിൽ വന്നാണ് 15 കൊല്ലം വരെ റൂട്ടുമേ നിരകിച്ചിട്ട് മഴ കൊണ്ടിട്ടും മറ്റേത് കൊണ്ടിട്ടും ശരിക്കും പോലെ ജീവിതം ഒന്നും സംഭവിക്കാൻ പറ്റാതെ പടച്ചോന് പിന്നെ 15 വർഷത്തിൻ്റെ ശേഷം ഒരു സ്വർഗം കാണിച്ചു തന്നപ്പോൾ പിന്നെ അള്ളാനെ മറന്നിട്ട് ഞാൻ ഒരു പണിയെടുക്കില്ല. ഒരു റുപ്യ പോകുമ്പോൾ അത് ഒന്നുമില്ലാതെ ഭൂമിക്ക് കടന്നു വന്നതാണ്. ഇവിടെ ജനിച്ചിട്ട് പോയിട്ട് പിന്നെ ബോംബെ നഗരത്തിലാണ് എൻ്റെ ജീവിതം കഴിഞ്ഞ് പോയത്. ഇപ്പോൾ തിരുനാവായ എന്ന സ്ഥലത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ 7 വയസ്സിൽ വന്നിട്ട് 7 വയസ്സിൽ കൊണ്ട് ഈ നാട്ടിൽ ജനിച്ച് പിന്നെ എൻ്റെ ജീവിതം ഞാൻ നബിയുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കും. നബി ജനിച്ചതും വഫാത്തായതും നബി ജോലിയുടെ ഭാഗമായിട്ട് നടന്നതും ഇതൊക്കെ എവിടെയാണെന്നുള്ള ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഏകദേശം ഞാനും ആലോചിക്കുമ്പോൾ ഏകദേശം നബിയുടെ ഭാഗമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ നബിനോട് എപ്പോഴും ചോദിക്കലുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയത്. എത്രയോ ജനങ്ങൾക്ക് നല്ല അറിവും കാര്യങ്ങളും പകർത്തി കൊടുത്തിട്ട് വളരെ ഒന്നുമില്ലാത്ത നബി എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയും നല്ല അറിവുകൾ നേടിക്കൊടുത്തതെന്ന് ഞാൻ അങ്ങനെ എപ്പോഴും ചോദിക്കണം റബ്ബിനോട്. കാരണം എനിക്കും അറിയില്ലല്ലേ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല, ഒന്നുമില്ല. പരിശുദ്ധ ഖുർആൻ പോലും എനിക്ക് എടുക്കുമ്പോൾ തന്നെ പേടിയാണ്. അപ്പം അതിലിങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ ഇങ്ങനെ കേൾക്കണതാണ് ജുമായുടെ സമയത്ത്, നിസ്കരിക്കണ സമയത്ത്. وحد الجبال كيف نصبت وحد الأرض كيف سطحت وذكر إنما أنت مذكر لست عليه بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر ثم إن علينا إيابهم ആവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒന്നിൽ നിന്ന് ഒരുപാട് ചരിത്രം എഴുതി കുറിക്കേണ്ടി വരും. ഇവിടെ ചെയ്തതല്ല അവിടെ കാണുന്നതല്ല. ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ആകാശത്ത് ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്കും ഒരു സ്വർഗമുണ്ട് എന്ന് ആ സ്വർഗം ഒന്ന് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കാം. അല്ലാതെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടൊന്നും ഇവിടെ വെക്കണ്ടട്ടാ. അതിൻ്റെ മോളം നടക്കാൻ നിൽക്കേണ്ട. നമുക്ക് 6 അടി മണ്ണ് മാത്രമുള്ളൂ. ഒന്നുമില്ലാതെ ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ട് വോട്ടുമ്പോൾ ഞാൻ പറഞ്ഞ ഇത്രപോലെ ഞാൻ കരഞ്ഞ അത്രകൾ ആരും കരഞ്ഞിട്ടുണ്ടാവില്ല. കാരണം കൊറോണ വരാണ്ട് മുന്നേ തന്നെ ഞാൻ കരച്ചിലൊടിക്കണം. കാരണം എന്തോ ഈ ഭൂമിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളാരും അപ്പോഴും അവസാനം പടച്ച റബ്ബ് എന്താ അറിയാം, എല്ലാവരും ഇങ്ങോട്ട് വാതിലിട്ട് പൂട്ടി. പക്ഷെ ഇന്നങ്ങോട്ട് പുറലോകം കാണിച്ചു. എന്നോട് തന്നെ ഞാൻ ഉള്ളത് പറയട്ടാ, എന്നോട് പടച്ചോൻ പറഞ്ഞെന്താ അറിയോ, അന്നാരുടെ വാതിലിട്ട് പൂട്ടിയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇരുന്ന് കരയാണ്. കാരണം കൊറോണ മുന്നേ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുകയാണ്. അപ്പോഴാണ് എന്നോട് അള്ളാഹുവിൻ്റെ റസൂല് കടന്ന് വന്നുകൊണ്ട് പറയുന്നത്, എടാ നിന്നെ ഞാൻ ഭൂമി നിനക്ക് പുറലോകം കാണാനാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നീ പുറലോകം കണ്ട് ജീവിക്കണം. അന്നെ ഞാൻ വാതിലിട്ട് പൂട്ടിയിട്ടില്ല. അതുകൊണ്ട് കൊറോണ എന്ന ലോകത്തുള്ള ജനങ്ങളെ ഞാൻ അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അടച്ചു പൂട്ടിയിട്ടില്ലടാ. അതുകൊണ്ട് നീ അപ്പോഴാണ് അവിടെ പോലീസും ക്രൈംബ്രാഞ്ചും മുനിസിപ്പാലിറ്റിയും എല്ലാതും എനിക്ക് പേപ്പറൊക്കെ ശരിയാക്കി തന്നിട്ട് പറഞ്ഞു ഇജ്ജാണ്ട് പോയിക്കോന്ന്. അന്ന ആരും തടയൂല. അതൊക്കെ ഉള്ള ജീവിതത്തിൽ കടന്നു പോയ സംഭവങ്ങളാണ്. അതൊന്നും ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. പക്ഷെ ഞാൻ ആരും ബുദ്ധിമുട്ടില്ല. അന്ന് ആ കൊറോണ സമയത്തൊക്കെ ഓരോരുത്തരും എന്നോട് പൈസ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ അകത്താണ്, ഞാൻ പുറത്താണ്. ഞാൻ ഇവിടെ അങ്ങോട്ട് വെക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് വെറുപ്പ് തോന്നും. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല ചേട്ടാ. ₹1 ഒരാളെ വാങ്ങി തിന്നിട്ടുമില്ല, തിന്നും ചെയ്യില്ല. അതിൻ്റെ ആവശ്യമില്ല എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ പിന്നെ തല്ലാൻ വന്നാലും ഞാൻ അടി കൊള്ളുന്ന ഒരാളാണ്. ഞാൻ തിരിച്ച് ഇതുവരെ അടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് എന്നെ അടിക്കണത്.
ഞാൻ ഇപ്പോൾ ഒരു തെങ്ങുമ്പോൾ കയറുമ്പോൾ വണ്ടിമ്മക്ക് തേങ്ങ വീഴുമ്പോഴും പിടിക്കും. അതിൻ്റെ അടുത്ത് വന്നാൽ തെറ്റാ. ഒരു മനുഷ്യൻ കാർ കൊടുന്ന് നിർത്തിയതാണ്. ഓൻ്റെ നിർത്തിയിട്ട് ഞാനവിടെ തെങ്ങ് കയറി നമുക്ക് വീണ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടിയൊക്കെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ശരിയാണ്, എത്ര പോലെ അടി ഞാൻ കിട്ടുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ തെറ്റിൻ്റെ അടുത്താണ്. അയാളവിടെ നിർത്തിയിട്ട് പോയാൽ പിന്നെ അയാളെ വണ്ടിമ്മ ഞാൻ കൊണ്ടുപോയി ഇടിച്ചാൽ പിന്നെ അടിക്കല്ല കിട്ടുക. അയാളോട് വല്ലതും പറയാൻ പാടില്ല. അത് കാരണം പക്ഷെ ഞാൻ പറ്റില്ല. തെറ്റ് ഞാൻ ചെയ്യാതെ ഒരർത്ഥം വന്നിട്ട് ഇന്നെ അടിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓൻ്റെ ചോര ഞാൻ കുടിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ട് ഞാൻ എത്ര ആൾക്കാർ പറഞ്ഞ് അടിച്ചാൽ അടികൊള്ളൂ, ഞാൻ തിരിച്ചടിക്കൊള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോൾ ഒരുത്തൻ 11 ലക്ഷമായിട്ട് പോയി എന്ന് പറഞ്ഞ് ഒരുത്തൻ വന്ന അവരൊക്കെ കഥകളൊക്കെ പിന്നെ പറഞ്ഞിട്ട് വയ്യ. ഇങ്ങനെ വല്ലാതെ പറയുമ്പോൾ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ഒരു ഭ്രാന്തനെ കിട്ടിയാൽ നന്നായി. അത് കാരണം ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തോഫീക്ക് നൽകട്ടെ. അള്ളാഹുക്ക് കുറച്ചങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. നമ്മളാരും തെറ്റ് ചെയ്യേണ്ട. ഭൂമി നമ്മളതൊന്നല്ലട്ടെ, നമുക്ക് 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറ്റിപ്പുറത്താറായി ഇതട്ടെ എൻ്റെ കുറ്റിപ്പുറം എൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത്. കുറച്ചവൻ 6 മാസം കണ്ടെത്ത രാജ്യത്ത് പോയിട്ട് ഒരുപാട് ജനങ്ങളെ ജീവൻ രക്ഷിച്ച ഒരാളാണ്. ബോംബെ നഗരത്തിൽ അനവധി ആൾക്കാരെ റൂഹ് കടന്നു പിടിക്കാൻ നേരത്ത് ഞാൻ ഓടിച്ചെല്ലലാകും. അല്ല അപ്പം എനിക്ക് 1000-2000 കിട്ടാൻ വേണ്ടി ചെല്ലണമെന്ന്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ എന്താണ്, പടച്ചോൻ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവും. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഞാൻ പണത്തിന് വേണ്ടിയിട്ട് മാറിക്കരുത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അപ്പോൾ അത് ഞാൻ ഒരുപാട് ആൾക്കാരെ റൂഹ് കടന്നു പിടിക്കാൻ നേരത്തെ ഞാൻ ഓടിച്ചെല്ലല. എന്നിട്ട് എൻ്റെ റൂഹിനെ കടന്നു പിടിക്കാൻ 3-4 തവണ തെങ്ങുമെന്ന് വീഴാൻ പോയിട്ട് മറ്റുള്ളത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എൻ്റെ ആത്മാവിനെ ഞാൻ കടന്നു പിടിക്കട്ടെ. നസ്രായിൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകരുത്, കുറച്ചുകൂടി കാലം എൻ്റെ അമ്മാനിപ്പാരും കൂടെ ചെയ്യും. എൻ്റെ അമ്മ പോയാൽ ഞാൻ പെട്ടെന്ന് പോകും. എൻ്റെ എപ്പം ഇവിടെ ആയാത്തിന് ജീവിച്ചിരിക്കട്ടെ. എൻ്റെ അമ്മ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനത്ര കാലം ഇവിടെ ജീവിക്കൂല. പോത്തിന് നസ്രായിൽ അലൈഹിസ്സലാം കടന്നു വരും എൻ്റെ റൂഹിനെ കടന്നു പിടിക്കാൻ. ഇൻഷാല്ലാ ഇവിടെ കുറ്റിപ്പുറത്തി തുടങ്ങിയിട്ടാ. ഞാൻ സുഖമില്ലാതാകുമ്പോൾ ഓരോന്ന് പറഞ്ഞാൽ നിങ്ങളാരും കാര്യമാക്കണ്ടേ. ഇത് ഞാൻ തമാസല്ല കേട്ടാ. എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം. എൻ്റെ അമ്മയുടെ ദോയാണ്. കാരണം എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കുക. എൻ്റെ അമ്മ എപ്പോഴും ദോയ ചെയ്തിട്ട് തെങ്ങിൻ്റെ മോള് കയറണേ. ഉമ്മൻ്റെ വീഡിയോ കാണൂല, അമ്മക്ക് പേടിയാണ്. കാരണം അമ്മ ഇങ്ങനെ കരയിരുന്നിട്ട് നിസ്കാരപ്പാലിനും ഉമ്മ രാവിലെ നീച്ചിട്ട് അയച്ചു. ഉമ്മ വിടാതെ നിസ്കരിക്കൽ അമ്മക്ക് വേണ്ടി. ഇവിടെ എപ്പോൾ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ആ ഉമ്മയുടെ ഹൃദയം നമ്മളെ ഹൃദയത്തേക്ക് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരും അറിഞ്ഞ ഓരോ മനുഷ്യൻ്റെ ആത്മാവ് നമ്മളെ ഹൃദയത്തേക്ക് കിടക്കുന്നുണ്ട്. ആർക്കും അറിയണില്ല. നമ്മൾക്കൊരു പ്രയാസം പെടുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓൻ പറഞ്ഞ് നിനക്ക് 100 ആയുസ്സാടാണ്. നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുമ്പോൾ ആൾ നമ്മളെ ഹൃദയത്തേക്ക് കിടക്കും. അപ്പോൾ നമ്മൾ പറയും അപ്പോഴും ഓനെ കണ്ടുമുട്ടുകയാണ്. ഇതൊന്നും ഹൃദയങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഭയപ്പെടും ഭൂമിയിൽ ജീവിക്കാൻ. ആരും പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ കുറ്റിപ്പുറത്തി തുടങ്ങിയിട്ടാണ്. നമ്മൾ മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ഓരോ മനുഷ്യന്മാരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യന്മാരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പടച്ചോനും മനുഷ്യൻ്റെ അടുത്തൊക്കെയാണ്. നമ്മൾ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടണം. പ്രയാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടച്ചോനും ഇല്ല, ലഭ്യവും ഇല്ല, ആരും ഇല്ല. കാരണം ഒരു ഹൃദയം വേദനിക്കുമ്പോഴാണ് നമ്മൾ റബ്ബിനോട് അടുക്കുക. കുറ്റിപ്പുറത്തി തുടങ്ങിയിട്ടാണ്. ഇൻഷാല്ലാ ഞാൻ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടാൻ. ഞാനിവിടെ കുറ്റിപ്പിൻ്റെ കേരളത്തിൽ ഞാൻ ജനിച്ച മടന്നിൻ്റെ ഞാൻ 7 വയസ്സിൽ ഇവിടുന്ന് പോയ കുട്ടിയാണ്. ആ കുറ്റിപ്പുറത്തേക്ക് റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും എന്നെ കാണിപ്പിച്ച് തന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല. അള്ളാഹുവേ ഈ ഭൂമി ജീവിക്കണം ഓരോ മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കണേ. കുറ്റിപ്പുറട്ട ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി. എൻ്റെ പൊന്നുമോനവിടെ കാത്തിക്കുണ്ടാവും. ഇൻഷാല്ലാ എൻ്റെ മോനതാട്ടാ. അതാ ഈ കണ്ണി ഓ അതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണൊക്കെ. ഇതാണ് എൻ്റെ മോൻ. ഇൻഷാല്ലാ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊരുത്തപ്പെടണം. ഞാൻ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ കുറ്റിപ്പുറം എത്തിയിട്ടാ. ഓക്കെ, ഞങ്ങൾ ലഗേജിൻ്റെ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ്. എൻ്റെ ചെറിയ മോള് വന്നില്ല പാവം. അതിനെ ഇപ്പോൾ ഇനി പോയിരുന്ന കാര്യമിപ്പോൾ ഞാൻ ഓട് പറയും 11 മണിക്കാവും വരാനെന്ന് പറഞ്ഞു. അതുണ്ടായത്. എന്നാൾ വന്നപ്പോൾ വണ്ടി ലേറ്റായിട്ടാണ് വന്നത്. അത് കണക്കാക്കി വിചാരിച്ച് ഇനിയും ലേറ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് കുറ്റിപ്പുറം എയർപോർട്ടാട്ടാ. എനിക്കിത് എയർപോർട്ടായിട്ടാണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഇത് റെയിൽവേ സ്റ്റേഷനായിട്ടാണ് തോന്നുന്നത്. ഇവിടെ വെക്കട്ടെ. ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇതാണ് എൻ്റെ മോനെ. അപ്പോൾ ഞങ്ങൾ ചാടിക്കാൻ വേണ്ടി വന്നതാണ്. കുറ്റിപ്പുറം എത്തിയിട്ടാ. കുഴപ്പമൊന്നും ചെയ്യാൻ ഒരു കേടുപാടും കൂടാതെ അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ ഒരു കേടുപാടും കൂടാതെ ഇവിടെ എത്തുകയും ചെയ്യും. ഇനി പെരലിക്ക് എത്ര ലഗേജ് അവിടെ നിന്ന് കൊടുത്തിട്ട് കിതക്കുകയാണ്. അപ്പോൾ എനിക്ക് നോക്ക് ഇനി ഇവിടെ കൊണ്ട് കട്ടാക്കാം.
ഡേറ്റ് പറ്റാത്ത ഡേറ്റ് 4/5/2026 ഇരുപത്തഞ്ച്. ഉസ്മാനെ നമുക്ക് ഇപ്പം സബ്സ്ക്രൈബ് എത്ര കിട്ടിക്കണേ? 4629. 4629. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ട്. മൊത്തം ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 4629 അല്ലേ? അത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിന്നിട്ടാണ്. അത് 4/6/2025. ഇനി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സബ്സ്ക്രൈബ് ഞാൻ നോക്കട്ടെ എത്ര ഉണ്ടെന്നുള്ളത്. ഓക്കെ. അപ്പോൾ പൊട്ടിപ്പുറം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഉസ്മാനെ നീ പറയാം കട്ടൊക്കെ കേട്ടോ അവിടെ. എത്ര മണി സമയം? എത്ര മണിക്ക് എത്തിയത്? 9:30 9:30 മണിയാകുമ്പോൾ ഇവിടെ എത്തി, കുറ്റിപ്പുറം എത്തി. ഓക്കെ. ഈ കുറ്റിപ്പുറം കണ്ടില്ല എന്ന് പറയേണ്ട ആരും. കുറ്റിപ്പുറം നല്ലോണം ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ്. കണ്ടില്ല നിങ്ങൾ? എന്ത് രസം നേരപ്പോൾ കുറ്റിപ്പുറം. ശരിക്കും ഒരു കുറ്റിപ്പുറം എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടത്. എനിക്ക് കുറ്റിപ്പുറം എയർപോർട്ട് തന്നെ. അത് യാതൊരു സംശയവും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പലതും കേട്ട് ചിന്തിച്ച് ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ചിരിക്കില്ല, ഞാൻ ഉള്ളതിനെ പറയും. ഇത് കുറ്റിപ്പുറം എയർപോർട്ടാണ്. ചെറുപ്പം മുതൽ പോയിട്ടുള്ള എയർപോർട്ടും വരുന്ന എയർപോർട്ടൊക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട് ഇതിവർ ഈ ചെക്കൻ എമ്മത്തും വിമാനത്തിൽ യാത്ര പോകണില്ല എന്നുള്ള ഗവൺമെൻറ് അറിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, കുറ്റിപ്പുറം എനിക്കൊരു എയർപോർട്ടാക്കിയിട്ടാണ് മാറ്റാമെന്ന് പറഞ്ഞു. അടിയിലത് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണതിൻ്റെ കാരണം എന്താ പറയുക, എൻ്റെ മോൻ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയിക്കണേ. സാധാ ഫോം വരുന്നുണ്ട്. അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഉണ്ടായി ഇവിടെ സൈഡാക്കിയാണ്. ഞാൻ അങ്ങോട്ട് വരും. ഇവിടെ കുറ്റിപ്പുറം ബസ് സ്റ്റോപ്പാട്ടത്. നിങ്ങൾ കുറ്റിപ്പുറം ബസ് സ്റ്റോപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോപ്പാക്കട്ടെ. നല്ല റിസൾട്ടായി ബസ് ഇങ്ങനെ കാണുമ്പോൾ കുറ്റിപ്പുറം തവനൂർ ഇതൊരു പ്രത്യേകിച്ചൊരു സുഖമുള്ള പരിപാടി. ഓനാ നിൽക്കുന്നത് ഉസ്മാനെ. പോട്ടെ. ഓ, കേരളത്തിലെ പഴം കാണുമ്പോൾ എന്ത് രസം എന്നറിയില്ലേ? ഇല്ലേ ഉസ്മാനെ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണക്കല്ല സുഖമായിട്ടാണ്. പണ്ടൊക്കെ ഒരു ഭാഗ്യം. അപ്പം ഇങ്ങനെ നയിച്ചിട്ട് തെങ്ങുമ്പോൾ പോയി കയറുന്ന ഇപ്പം അങ്ങനെ അവിടെ ഇരുന്നിട്ട് എല്ലാം കാണുക. എന്തായാലും ഇതാ ഉസ്മാനെ, ഇത് നമ്മളെ പ്രവാസികൾ എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട്. കണ്ണത്താ ദൂരത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം നാടും വീടും കാണാൻ പറ്റാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളവർക്ക് കമൻറ്റിൽ പലതും എഴുതും എന്നെ പറ്റിയിട്ട്. അതൊന്നും ഇപ്പം കുട്ടി കാര്യമാക്കണ്ട കേട്ടാ. എന്നാ മതി. ഞങ്ങൾ പ്രവാസികളാരും ഇങ്ങനെ വേണ്ടതൊന്നും എഴുതൂല. കാരണം അവർക്കെല്ലാം സന്തോഷമാണ്. എന്നെപ്പോലെ അവർ വിചാരിക്കാൻ എന്താ അറിയോ, ഒരു ഇങ്ങനത്തെ ഒരു പ്രാന്തന കിട്ടിയാൽ നന്നായിന്ന്. പല കുട്ടി കാര്യമാക്കണ്ട കേട്ടാ. ഏടാ ഞാനും ഓനും ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കും. പാപ്പയും മകനും കണക്കാം. നമ്മളെ തവനൂർ റോഡ് പയാസ്പത്രിയുടെ അടുക്ക ഇട്ടോളി. നമ്മളെ കുറ്റിപ്പുറം പാലം ഇതൊക്കെ പ്രവാസികൾ കാണട്ടെ. എന്തേ? ഓ, ആ നാട്ടിൽ നിന്ന് ആ ബസ് ഇങ്ങനെ വരുന്നത് കാണാനും കുറ്റിപ്പുറം ഇങ്ങനെയുള്ള കടകളൊക്കെ കാണുമ്പോൾ രസട്ടാ. നാട്ടിലെ വണ്ടി അതാ കലം ചട്ടി കലല്ല ചട്ടി. ഇവിടെ കൊണ്ട് നിർത്തും. കുറ്റിപ്പുറം പാലം കൂടി ആയി കഴിഞ്ഞ് ഞങ്ങൾക്ക് കണ്ട് വിട്ടുതരാം. ഇവിടുന്ന് കേട്ടാ നമ്മളെ ഉമ്മ പറഞ്ഞല്ലോ. ഇല്ല ഉമ്മല്ല, പണ്ടത്തെ കാലത്തൊരു പാട്ടുണ്ടല്ലോ, പാലം ഇവിടെ നിന്നാണ് മകൻ പോയത്. ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഇവിടുന്ന് ആ സൗണ്ടാണ് കേട്ടോ. അതിൽ ഏതോ ഒരു വരി പാടിയതാണ്. അതാണ് ആ സംസുഖ പാടുന്നത്. പാലം ഇവിടുന്നാണ് ഞാൻ
7 വയസ്സിൽ പോയത്. പാലം പാലം നല്ലൊരു നടപ്പാലം, അച്ഛൻ്റെ അമ്മയുടെ കയ്യോ കാലോ പിടിച്ച്. ഇതൊക്കെ അത് വീട്ടിലാട്ടത് ഞങ്ങൾ ബോംബെയിലേ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വിടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിലെത്തിയ ഇത് തവനൂർ റോഡൊക്കെ ഇങ്ങനെ ഇട്ടാ. ഓക്കെ, ഇതിൻ്റെ അവിടേക്ക് പോണ വഴിയാണിത്, തവനൂർ റോഡ്. നമ്മളെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ അവിടെ ഉള്ളവരൊക്കെ, പാവങ്ങൾ, നമ്മളെ രാജമ്പായി, അങ്ങനെ ഒരുപാട് പേര്. അവർക്കൊക്കെ അറിയാം മാനു പലതും പല സ്ഥലങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എടപ്പാൾ കുറ്റിപ്പുറം എന്ത് രസമെന്നറിയോ. നാട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം വേറെ കേട്ടോ. നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ കാണണേ. എന്തായാലും നമുക്ക് സബ്സ്ക്രൈബ് കിട്ടണോ? 4629 സബ്സ്ക്രൈബായി. ഇത് എൻ്റെ അവിടേക്ക് ഏകദേശം എത്താറായിട്ടാണ്. ഞാൻ കുറ്റിപ്പുറം മറുവഞ്ചേരി എന്ന് പറയാം. ഞങ്ങൾ മറുവഞ്ചേരിക്ക് പോകണ്ട, അതിൻ്റെ ഉള്ളിൽ ഇവിടെ കൂരടാന്ന് പറയും, കണ്ടില്ലേ? കൂരടന്നിട്ട് തിരിഞ്ഞാൽ മതി. ഹിൽ ടോപ്പ് സ്കൂളിൻ്റെ അവിടേക്ക് പോണ വഴിയാണ്, അവിടെയാണ് എൻ്റെ വീട്. ഇത് ഞങ്ങളുടെ ഇവിടെ കൂരട നിസ്കാരപ്പള്ളിയാണ്. ഈ താഴത്തേക്കണ്ട് ഇറങ്ങിക്കോളി. ഇവിടെ നിന്നാണ് എൻ്റെ വീട്ടിൻ്റെ അടുക്ക് പോണ വഴി. ഓട്ടോറിക്ഷ ആണ് ഇപ്പോൾ രസമായിട്ടോ, സന്തോഷമായിട്ടോ നാട്ടിൽ. ആരാരുമില്ലാത്ത കാലത്ത് ഞാനൊന്ന് ഓടിയിടും ഓട്ട വണ്ടി. എൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് ഏകദേശം എത്താറായി തുടങ്ങിയിട്ടാണ്. ആയി തുടങ്ങി. ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ എൻ്റെ വീട്ടിനടുക്ക് പോവാം. ചക്ക വീണെടുക്കണമൊക്കെയാണ് ഇഷ്ടം പോലെ. ശരി, അപ്പൂട്ടൻ്റെ വീടാണ്. ഇതാണ് ഞങ്ങളടുത്ത വെള്ളത്തിൻ്റെ കനാലാണ്. ഇവിടുന്ന് നാളെ കുട്ടികൾ നായനെ കണ്ടുപിടിച്ചതാണ് എൻ്റെ വീട്. അവിടുന്ന് അങ്ങോട്ട് ആ വീട്ടിൻ്റെ അകത്ത് കയറ്റി മതി. ഇതാണ് കേട്ടോ നമ്മളെ വീട് കേട്ടോ. ഇതിൻ്റെ 2 കടയാണ്. ഇത് പലചരക്കിൻ്റെ കച്ചവടം, ഇത് ടൂൾസ് ഐറ്റങ്ങൾ, മിഷനും സാധനങ്ങൾ, ഇത് മുകളിൽ കോട്ടേഴ്സ്. ഇതാണ് ഇത് ഞങ്ങൾ ബോംബെ ടൂൾസ് അറിയില്ലേ, ഇതിൻ്റെ കടയാണിത്. കടയുടെ ഒക്കെ ഇപ്പോൾ വിടുകയാണ്. ഇവിടുന്നാണ് കുട്ടികൾ നായനെ കണ്ടിട്ട് ചാടിയത്. ഇവിടുന്നാണ് ക്യാമറ. ഇനി പോയി കൂടുതൽ പറഞ്ഞ് എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ നാനോക്കാർ. ഞാൻ നാനോക്കാറിലിട്ട പോക്ക്. ഓക്കെ, ഇവിടം കൊണ്ട് നിർത്തി കേട്ടാ. ഓക്കെ, ഒരു കേടുപാടും കൂടാതെ അവിടെ എത്തി. ഇവിടം കൊണ്ട് നിർത്തിയാണ്. എന്തെങ്കിലും ആരെങ്കിലോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. ചെറിയ മോള് ഇവിടെ കാണി എൻ്റെ സുന്ദരിക്കുട്ടി ഇവിടെ ഓളങ്ങോട്ട് വരാറുണ്ട് കുറ്റിപ്പുറത്തേക്ക്. കുറ്റിപ്പുറം എയർപോർട്ടിലേക്ക് എത്താറ്. ഓള് ട്യൂഷനിലേക്ക് പോയ കാരണം
എൻ്റെ കുട്ടി പറഞ്ഞിട്ട് എൻ്റെ മോള് പറഞ്ഞാ ഇപ്പം എടുത്ത് ശരിയായിട്ട് ഒന്നും കൂടി എടുക്കുന്നു. ഞാൻ പറഞ്ഞു അത് മതി തൽക്കാലം, അതാണ് ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ. ഇനിയിപ്പോൾ ഒറിജിനൽ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് നല്ല പോലെ വരാറ്. അപ്പോൾ ഓള് പറഞ്ഞു അപ്പോൾ ഒന്നും കൂടി എടുക്കും. ഇപ്പം ഭയങ്കര സാധനങ്ങളിത് സാല്ല എന്തായാലും ഇവിടെ എത്തി. മാഷാല്ല ഞാൻ എന്തായാലും പേരുടെ അകത്തേക്കൊക്കെ ഒന്ന് കയറ്റാം. ബാഗ് കൊണ്ട് എടുത്തോളൂ. ഇതാണ് നമ്മളെ വീട്. ഓക്കെ എടുത്തോളൂ മക്കളെ. ബിസ്മില്ലിട്ട് എടുത്തോളൂ. ഇതാണ് എൻ്റെ ക്യാമറ. ഇവിടെ ക്യാമറ ഒന്നും കാണാനില്ല. എന്തായാലും സാല്ല കുഴപ്പമില്ല. സമയം എത്രയായി? 10:10 ഇവിടെ എത്തി. ഇനി ഒക്കെ പാടെ കൂടിയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒറ്റ വിട്ടിലാണ്ട് വിടുക. അവിടുന്ന് ബോംബെന്ന് വന്നതും തുടങ്ങിയതും എവിടെയൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇതിലാണ്ട് കാണാം. ഓക്കെ, ഇവിടുന്ന് ഇതാണ് സ്റ്റാർട്ടാക്കുകയാണ്. പിന്നെ ബാക്കിലൊക്കെ അവിടുന്ന് കുർലേന്ന് കയറി വരുന്നതൊക്കെ ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്, നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രവാസികൾ കണ്ടാൽ മതി, മറ്റുള്ളവർക്കൊന്നും ഇത് കാണാനുള്ള താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇൻഷാല്ലാ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുക. ഓക്കെ, ഒരു കേടുപാട് കൂടാതെ അവിടെ എത്തി പഠിച്ചതിൻ്റെ വേണമെന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ആയുസ് നീട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത്ര പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തിയാണ്. അസ്സലാമു അലൈക്കും. എന്തായാലും കഞ്ഞി എടാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ എത്തിയപ്പാട് എനിക്ക് കഞ്ഞിയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. ഇൻഷാല്ലാ തുറക്കട്ടെ. ആദ്യം ഉറച്ചോനെ വിചാരിച്ച് തുറക്കട്ടെ. ബിസ്മില്ലാഹിർ കഞ്ഞി എടാ കണി. ഇതെന്താ സംഭവം? ഉണക്കൽ. ഇത് പിന്നെന്താണ്? ചമ്മന്തി. ഓക്കെ, ഞാൻ അതൊന്ന് കുടിക്കട്ടെ. അതൊന്ന് കുടിച്ച റിസ്മാനെ കണ്ടില്ലങ്ങൾ. ഇപ്പോൾ ഇവിടെ എത്തിയ പാട് ആദ്യം കിട്ടേണ്ട കഞ്ഞിയാണ്. അത് എല്ലാ പ്രാവശ്യവും എല്ലാ വർത്താനം പറയല്ല. യൂട്യൂബിൽ ഇപ്പോൾ കൊണ്ട് വന്നിട്ടുള്ളൂ. ഇതിന് മുന്നേ എൻ്റെ ഗ്രൂപ്പിലുണ്ട്, എല്ലാവർക്കും അറിയാം. ഇവിടെ എത്തിയ പാട് ഞാൻ കുടിക്കണ കഞ്ഞി അതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ചോനെ ഒരു നേരത്തെ ഭക്ഷണമുണ്ട്. ഇതിൻ്റെ അച്ചാറാണ്. ഇവിടെ കാണി, ഈ അച്ചാറുകൾ കൊണ്ടുപോയി. ഇതൊരു പ്രത്യേകിച്ച് ടേസ്റ്റ് അതിൻ്റെ. കാണണ്ട, അത് കഴിഞ്ഞ് ഉണക്കല് കണ്ട് ഇതവിടെ കുടിച്ചാണ്ടല്ലോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ആകെ നിങ്ങൾ ചെല്ലണ്ട ബിരിയാണി കണ്ണിയും കണ്ടൊന്ന് മണ്ടി ചെന്നിട്ട് നാട്ടിലേക്ക് വന്നാൽ കഴിക്കരുതിട്ടാ. നമുക്ക് വേണ്ട എന്താണ് നമ്മൾ നാടൻ ഭക്ഷണം കഞ്ഞിതോ അത് ആദ്യം. പിന്നെ അത് അച്ചാർ. ഇത് എന്താണ്? ഉപ്പേരി. കുടിച്ചോണ്ട് കുടിച്ചാണ്. ഇതിൻ്റെ കൂടെ ഇതൊരു സമ്മതി ഉണ്ടല്ലോ. തമാസ പറയല്ല, നാട്ടിൽ വന്നാൽ ആദ്യം ഇതാ കുടിക്കണ്ടേ. കാരണം നമുക്ക് ഇറച്ചിയും പത്തിനും പൊറാട്ടയും കണ്ണിയും കണ്ടതും എല്ലാം കിട്ടും. അതിന് നമ്മൾ കണ്ണത്തെ രാജ്യത്ത് പോലും. പക്ഷേ ഈ നാടൻ ഭക്ഷണങ്ങൾ ആദ്യം ഒന്ന് കുടിച്ചൊക്കെയാണ് ശരീരത്തിന് ഏറ്റവും നല്ല ഉന്മേഷമാണ്. നമ്മൾ പണ്ടത്തെ കാരണന്മാരൊക്കെ ഇത് കുടിച്ചിട്ടാണ് പാർത്തും പറമ്പിലും പണിയെടുക്കൽ. അതൊക്കെ അറിയായിട്ടാണ് എപ്പോഴും നാട്ടിൽ കൊണ്ട് വരും ആദ്യം ഒന്ന് കുടിക്കുക. അപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും അങ്ങനെ തന്നെ മാറിക്കിട്ടും. കാരണം നമ്മൾ ആ രാജ്യത്ത് പ്രവാസി രാജ്യത്ത് പോയിട്ട് കണ്ണി കണ്ടൊക്കെ വാങ്ങി കേൾക്കുകയുണ്ട്. അത് പിന്നെ ഇതൊന്നും കുടിച്ചാൽ പിന്നെ ഇവിടുന്നാണ് ക്ലൈമറ്റ് മാറി. സാധാരണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുക. കാരണം നിങ്ങളാരും ഞാൻ പറഞ്ഞൊന്നും മിസ്റ്റേക്കില്ല. അതാണ് അല്ലെങ്കിൽ ഒന്ന് സുഖമില്ലാത്ത ആളാണെന്നും പറയുന്നത്. ശരി, ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളാരും വേദനിപ്പിച്ച് ഇവിടെ കൂടെ നിർത്തിക്കളാട്ടാ. ഇന്ന് 3-ാം തീയതി കയറി 4 എത്ര മാസം? 6/2025. ഓക്കെ, സാധാരണ വെച്ചാൽ തുടങ്ങി. ഓക്കെ, അപ്പോൾ എൻ്റെ കഞ്ഞൂടി കഴിഞ്ഞിട്ടാ. ഓക്കെ, അത് റാത്തായി. ഇനി കുറച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേഗം പനിമാരുടെ അടുത്തേക്ക് ഒന്ന് പോകാണ്ട്. അപ്പോൾ അവിടുന്ന് പോണ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ഇട്ട് തുടങ്ങും. ഇതിൻ്റെ വീട് ഇതാണ് നമ്മളെ. ഇത് വർക്ക് ഏരിയ കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇതെന്താ അറിയോ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് അവർക്കൊക്കെ ഒന്ന് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാടത്തെ കാറ്റൊക്കെ കിട്ടുക. അതാണ് കണ്ടില്ല നിങ്ങൾ? ഇത് പാടാണ്. അപ്പോൾ എന്തേലും കുട്ടികളെ വല്ല കല്യാണവും കാര്യങ്ങളും എന്തിലൊക്കെ വല്ല വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പേർക്ക് ഇവിടെ, അത് മോട്ടോർ പേരാണ്. അപ്പോൾ അത്രയും പേർക്ക് ഇവിടെ ഇരുന്നിട്ട് കാറ്റ് ഇതൊക്കെ നല്ല രസമാണ്. ഇവിടെ മക്കളൊക്കെ പാടെ പെങ്ങന്മാരും കുട്ടികളൊക്കെ പാടെ വരും. ഇവിടെ എന്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ പരിപാടിക്കൊക്കെ വരുമ്പോൾ ഇവിടെ ചായയും കടിയൊക്കെ ഇവിടെ വെച്ചെടുക്കും. ഇവിടുന്നുണ്ട്. ഇവിടെ ടേബിളൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ തന്നെ പൊറോട്ട ഉണ്ടാക്കലും പിടിക്കലൊക്കെ ഉണ്ടാവും. ഒക്കെ ഇവിടെ ഓരോന്നിട്ട് കാട്ടി കൂട്ടിയിട്ട് പിന്നെ ഈ
ഈ വാഷിംഗ് മെഷീൻ്റെ കഥകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരട്ടാ. ഞാൻ കൂടുതൽ നീട്ടി പോകണില്ല. വീഡിയോ കണ്ടമാനായി കഴിഞ്ഞാൽ ആരും കാണില്ല. ഇനി ഇവിടുന്ന് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം വിട്ടുതരാം. ഇവിടുന്ന് എൻ്റെ പെരയുടെ അടുക്കും തറവാട്ടുങ്ങൾ പോണതും ഉമ്മാനും ഇപ്പാനും പോയി കാണുന്നതും മൊബൈൽ ഏതാനും ചാർജ് തീർന്നിരിക്കണേ. ഓക്കെ, ഇതാണ് എൻ്റെ പാടം. കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കാറ്റുണ്ടല്ലോ, നല്ല കാറ്റ് അങ്ങോട്ടേക്ക്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫാൻ ഇടേണ്ട ആവശ്യം തന്നെ വരില്ല. അതാണ് അതിൻ്റെ സംഭവം. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. വീടിൻ്റെ ചുറ്റുഭാഗം കട്ടൊക്കെ പതിച്ചിരിക്കണേ. ഒരു കൊല്ലായി ഇങ്ങനെ കണ്ടില്ലത്. ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാണ്ട് ഇത് വാടകയ്ക്ക് കൊടുക്കണ മിഷൻ, വാടകയ്ക്ക് കൊടുക്കണ സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഒക്കെ ഇനി പിന്നെ വിടാം. കണ്ടമാനം എല്ലാം ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കണം. ഇതാ ഞാൻ വെത്തില കൂടി ഉണ്ടാക്കി. അതിന് ഇടയ്ക്കിടയ്ക്ക് വെത്തില ഇടയ്ക്കിടയ്ക്ക് തിന്നണം. അപ്പോൾ അതിന് ഇവിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കഥകൾ ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഈ കോഴിക്കോട് ഇത് എൻ്റെ മോനിക്ക് ലവ് ബേഡ്സിനെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഓനിക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇതിലൊരു കോഴിനെ പിടിച്ചിട്ട് ഇതിൻ്റെയൊക്കെ കോഴിക്കോട് ഉണ്ടാക്കിയിട്ട് ഇതിലൊക്കെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഇത്രയും വലിയ കോഴിക്കോട് എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഒരു കോഴി പോലും ചാവൂല. അതിലൊക്കെ പിന്നിൽ രഹസ്യങ്ങൾ എന്താണെന്നുള്ള എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അറിയാം. നോക്കുന്നു ഇവിടെ കൊണ്ട് വെക്കേട്ടാ. സാധാരണ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ, എൻ്റെ തറവാട്ടിങ്ങ പോകുമ്പോൾ പലയിടത്തും ഉമ്മടുത്ത് പോകുന്നതും എന്തൊക്കെയാണ് നിങ്ങളോട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരും. ഇതിൻ്റെ ബുള്ളറ്റാണ്. 6 മാസമായിട്ട് നിർത്തിയിട്ടതപ്പോൾ. അപ്പോൾ അങ്ങോട്ടൊക്കെ ആകെ പൊടി മണ്ണൊക്കെ ഇഞ്ഞത് കഴുകി. ഇതിൻ്റെ ചെറിയ രണ്ടാമത്തെ മോളെ വണ്ടിയാണ്. പിന്നെ ഞാൻ നാനോ കാറിലാണ് പോക്കിട്ട്. എനിക്ക് ഞാൻ കണ്ടമാനം പൈസ ഒന്നും വേണ്ടത്തിൽ ചിലവാക്കാൻ നിൽക്കലില്ല. എൻ്റെ കുട്ടികളും മക്കളായിട്ട് പോകാൻ തന്നെ ഇഷ്ടം പോലെ ധാരാളം. പുതിയ വണ്ടി എടുത്തിട്ടൊക്കെ കഥ ഞാൻ നാളെ വീഡിയോ യൂട്യൂബിലിട്ടുണ്ട്. ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇതാ പറഞ്ഞേ, എൻ്റെ ഇത് പൂട്ടുന്ന മിഷീനത്. തോട്ടപ്പറമ്പ് ഒന്നാകെ പൂട്ടി കൊടുക്കുന്ന മിഷീനത്. ഇത് 2 നല്ല വിലയാണ്. അന്ന് എത്ര 1.5 ലക്ഷം ഒക്കെ ഓർമ്മയില്ല. 2 ലക്ഷം എന്തോ ആയിക്കണം. 2 എന്തോ 2-3 ലക്ഷം ഉറുപ്പ്യയായി. ഇത് പൈപ്പ് വാടകയ്ക്ക് കൊടുക്കണതാണ്. ഓക്കെ, കൂടൊക്കെ ഞാൻ പിന്നെ വിട്ടേൻ്റെ. എന്തായാലും ജസ്റ്റ് ഒന്ന് അറിയണം നിങ്ങൾ. ഈ സീറ്റ് ഇടാനുള്ള കാരണം എന്താണെന്നുള്ളത് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒക്കെ അടുത്ത വീഡിയോയിൽ. ഇതിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള കട ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ മിഷൻ വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്. വാടകയ്ക്കല്ല, ഇതിൻ്റെ അനിയൻ പറമ്പ് പോയി പൂട്ടണം. ഓൻ്റെ കൂടെ 2-4 പണിക്കാരുണ്ട്. അല്ലേ, ഇവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ വാടകയ്ക്ക് കൊടുക്കണം. ഉണ്ടല്ലേ, മിഷീനും സാധനങ്ങളൊക്കെ ഉണ്ട്. കോയിലും കാര്യങ്ങളൊക്കെ കൊടുക്കണതും പിടിക്കണതും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞതിൻ്റെ എല്ലാ കഥകളും പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, മറവഞ്ചേരി അങ്ങാടിയിൽ ഇതിൻ്റെ പെങ്ങളെ മോനാണ് ആ പോണത്. ഓൻ്റെ ഒരു മിനിറ്റ്, ഓനടണ്ട്